ആണ്ടുடைய നാമം മഹിമപ്പെടുവதாக. വിജയകരമായ ജീവിതമുള്ള വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിനെ സഹായിക്കുന്നവർക്ക് വെற்றிയുള്ള സഭയും ജീവിയും എന്ന തലത്തിലെ നാം വേദത്തിലിருந்து தொடர்ந்து தியானித்துக் கொண்டிருக்கிறோம். தேவன் நமக்கு உதவி செய்திருக்கிறார். ஆண்டவருக்கு நன்றி சொல்கிறேன். സഭയിൽ എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കാമെന്നുള്ള വിഷയത്തിൽ എന്താണ് സഭ എന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സഭയിലെ വെற்றிയുള്ള ജീവിതം ചെയ്യുவதற்கு முதலாவதாக சபை என்றால் என்ன என்பதை சிந்தித்தோம். ഒന്ന്, സഭ ദൈവത്തിന്റെ സ്ഥാപനമാണ് എന്നുള്ള സത്യം നമ്മൾ. முதலாவதாக சபை தேவனால் ஏற்படுத்தப்பட்ட ஒரு அமைப்பு அல்லது ஸ்தாபனம். രണ്ട്, സഭ ജീവനുള്ള ശരീരമാണ്. இரண்டாவதாக சபை ஜீவனுள்ள சரீரம். ജീവനുള്ള ശരീരമാകുന്ന സഭ വളർന്നുകൊണ്ടിരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ നിയമമാണ്. ജീവനുള്ള ഒരു ദേവനുடைய സഭை വളർന്നു കൊണ്ടേ இருக்க வேண்டும் என்பது தேவனுடைய ஒரு கட்டளை. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ദൈവത്തിന്റെ സഭ വളരുന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. നാം അപ്പോസ്തലരുടെ പുസ്തകത്തിൽ നാം സഭை எப்படியெல்லாம் വളർന്നു കൊണ്ടിരുന്നത് என்பதை നാം ചിന്തിച്ചു കൊണ്ടിരുന്നோம். അതിന്റെ പ്രധാന കാരണം അപ്പോസ്തലന്മാർക്ക് ദൈവം കൊടുത്ത വലിയ നിയോഗം അവർ അതുപോലെ അനുസരിച്ചു എന്നുള്ളതാണ്. அதனுடைய முக்கிய காரணம் என்னவென்றால் அந்த வளர்ச்சியுடைய காரணம் அப்போஸ்தலர்கள் கர்த்தர் அவங்களுக்கு என்ன കട്ടളை കൊടുത്താറോ അത് അപ്പടിയെ കടപിടിത്താറ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അപ്പോസ്തലന്മാരിൽ കൂടി നമുക്ക് തന്ന വലിയ നിയോഗം വേദപുസ്തകത്തിൽ 5 ഭാഗങ്ങൾ രേഖപ്പെടുത്തി നമ്മൾ വായിച്ചു. നമ്മുടെ ദേവൻ അപ്പോസ്തലர்கள் മൂലமாக നമുക്ക് കൊടുത്തിരിക്കുന്ന 5 ഇടങ്ങളിലെ കട്ടളയെ നാം വാസിച്ചിരിക്കുന്നു. 5 ഭാഗങ്ങളിലും വ്യത്യസ്ത വിഷയങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ ചിന്തിച്ചു. அந்த 5 இடங்களிலும் ஒவ்வொரு இடங்களிலும் ஒவ்வொரு காரியத்தை முக்கியப்படுத்தி தேவன் நமக்கு சொல்லியிருக்கிறார். അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വലിയ നിയോഗത്തിൽ പരിശുദ്ധാത്മാവ് വന്ന ശക്തി പ്രാപിച്ചു വേണം ആത്മീയ ശുശ്രൂഷ ചെയ്യേണ്ടത് എന്ന കാര്യമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. அப்போஸ்தலர் 1:8 நாம் வாசித்துக் கொண்டிருக்கிற கடைசியாக பரிசுத்தாவியானவரால் பலப்படுத்தப்பட்டு கர்த்தருடைய ஊழியங்களை செய்ய வேண்டும் என்பதை சிந்தித்துக் കൊണ്ടിരുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി വലിയ രക്ഷ ഒരുക്കി തന്നതിന് ശേഷം സ്വർഗ്ഗാരോഹണം ചെയ്തതിനു മുമ്പായിട്ട് ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ പോയി എന്റെ സാക്ഷികളാകണമെന്നല്ല കർത്താവ് പറഞ്ഞത്. ஆண்டவராയ இயேசு கிறிஸ்து உயிர்த்தெழுந்து அவர் பரலோகத்துக்கு எடுத்துக் கொள்ளப்படுவதற்கு முன்பு தன்னுடைய சீஷர்களிடத்திலே அவர் கட்டளை கொடுக்கும் பொழுது எனக்கு நீங்கள் சாட்சி சொல்லுங்கள் என்று அவர் சொல்லவில்லை. പിന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്ന് നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് വേണം ഈ ശുശ്രൂഷ ചെയ്യണമെന്നാണ് കർത്താവ് പ്രത്യേകമായിട്ട്. முக்கியமாக பரிசுத்தாவியானவரை நீங்கள் பெற்று அவரால் கிடைக்கும் பலத்தினாலே நீங்கள் ஊழியங்களை செய்ய வேண்டும் என்று சொன்னார். എന്താ കാരണം? என்ன காரணம் தெரியும்? കർത്താവ് ശിഷ്യന്മാർക്ക് ഈ നിയോഗം കൊടുക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് കർത്താവിനെ സാക്ഷിപ്പാനുള്ള യോഗ്യത ഇല്ലായിരുന്നു. கர்த்தர் இந்த காரியங்களை சொல்லும் பொழுது அவர்களுக்கு இதற்கு தகுந்த ஒரு தகுதி இல்லாமல் இருந்தது. യേശുക്രിസ്തുവിനെ സാക്ഷിക്കുവാനോ കർത്താവിന്റെ സുവിശേഷം പറയാനുള്ള യോഗ്യത അപ്പോസ്തലന്മാർക്ക് ആ സന്ദർഭത്തിൽ ഇല്ലായിരുന്നു. இந்த வசனங்களை சொன்ன அந்த சந்தர்ப்பத்தில் சூழ்நிலையில் இயேசு கிறிஸ்துவை பற்றி பிரசங்கிக்கவோ சாட்சி சொல்லவோ ஏற்ற தகுதி இல்லாமல் இருந்தது. അല്പം കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഈ പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പ് യേശുക്രിസ്തുവിനെ സാക്ഷിക്കുവാനോ കർത്താവിന്റെ വചനം ഘോഷിപ്പാനുള്ള യോഗ്യത ഈ ശിഷ്യന്മാർക്കില്ലായിരുന്നു. சுருக்கமாக சொன்னால் பரிசுத்த ஆவியானவர் வருவதற்கு முன்பு இயேசு கிறிஸ்துவை பற்றி பிரசங்கிக்கவோ சாட்சி சொல்லவோ இந்த சீஷர்களுக்கு ஏற்ற தகுதி இல்லை. അവർ പല വിധത്തിൽ അയോഗ്യരായിരുന്നു. அவர்கள் தகுதியற்றவர்களாக இருந்தார்கள். ഏതെല്ലാം വിധത്തിലായിരുന്നു അവരുടെ അയോഗ്യത? அவருடைய தகுதியின்மை எந்த விதத்தில் எல்லாம் இருந்தது? ഒന്നാമതായിട്ട് ശിഷ്യന്മാർക്ക് ആത്മീയ ദർശനമില്ലായിരുന്നു, കേവലം മാനുഷികമായ ദർശനം മാത്രമേ. முதலாவதாக அவர்கள் ஆவிக்குரிய ஒரு தரிசனம் இல்லாமல் மாம்ச பிரகாரமான நோக்கமே இருந்தது. രണ്ടാമതായിട്ട് ശിഷ്യന്മാരെ ശ്രദ്ധിച്ചാൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉറങ്ങുന്നവരാണ്. இரண்டாவது சீஷருடைய வாழ்க்கையை நாம் பார்க்கும்போது ஜெபம் பண்ணும்போது தூங்குகிறவர்கள். മൂന്നാമതായിട്ട് ശിഷ്യന്മാരെ പരിശോധിച്ചാൽ അറിയാം ഇവരെപ്പോഴും തങ്ങൾ തന്നെ വലിയവരാരാണെന്ന് പറഞ്ഞിങ്ങനെ വഴക്കിടുന്നവരാണ്. மூன்றாவதாக இந்த சீஷருடைய இன்னொரு மாம்ச பிரகாரமான ஒரு எண்ணம், தங்களில் யார் பெரியவர் என்ற எண்ணம் இருந்தது. തെറ്റായ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും വെച്ചു പുലർത്തിയിരുന്ന ജഡീയ സ്വഭാവമുള്ളവരാണ്. அவர்கள் மாம்ச பிரகாரமான சுபாவத்திலே அதிகம் மூழ்கி போயிருந்தார்கள். നാലാമതായിട്ട് ഇവരെ പരിശോധിച്ചാൽ അറിയാം ഇവർക്കെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പ്രതികാരം ചെയ്യുന്നവരായി. நாலாவதாக இவர்கள் யாரென்று பார்த்தால் யாராவது ஒன்றை செய்தால் அதற்கு பதிலடி கொடுக்கிற ஒரு சுபாவம் இருந்தது. അഞ്ചാമതായിട്ട് ശിഷ്യന്മാരെ പരിശോധിച്ചാൽ അറിയാം അവർ ഭീരുക്കളായിരുന്നു. യാഥാർത്ഥ്യം വരുമ്പോൾ ഓടിപ്പോകുന്ന ഭീരുക്കളായിരുന്നു. அடுத்ததாக இவருடைய சுபாவம் ஏதாவது பிரச்சனை இருந்தால் அதை விட்டு ஒதுங்குகிற அது ஓடி போகிற சுபாவம். ശരിയാണോ ശിഷ്യന്മാരെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞത്? இதெல்லாம் சொன்னது சரிதானா? ഒന്നാമതാണ് ശിഷ്യന്മാരെ കുറിച്ച് പറഞ്ഞത് ഇവർക്ക് ആത്മീയ ദർശനം ഇല്ലാത്തവരായിരുന്നു എന്നാണ്. முதலாவது சொன்னேன், இவர்களுக்கு ஆவிக்குரிய ஒரு தரிசனம் இல்லை. നമുക്ക് ആ വേദഭാഗം ശ്രദ്ധിക്കാം. அது சம்பந்தமான ஒரு வேத பகுதி வாசிக்கலாம். മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. മത്തായി 16, 21 മുതൽ 23. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 16, 21 മുതൽ
19:23. ആ ഭാഗം ശ്രദ്ധിച്ചാൽ അറിയാം. കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയുടെ പ്രാരംഭ നാളുകളിൽ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കാര്യങ്ങളാൽ ഏൽപ്പിക്കപ്പെടും എന്ന് പറഞ്ഞാൽ പരീശന്മാരാലും ശാസ്ത്രിമാരാലും മൂപ്പന്മാരാലും പലതും സഹിച്ചിട്ട് കൊല്ലപ്പെടും, കഷ്ടം അനുഭവിക്കും, കൊല്ലപ്പെടും എന്നുള്ള വാർത്ത ശിഷ്യന്മാരോട് പറഞ്ഞു. இந்த பகுதியிலே சொல்லப்பட்ட வசனங்களுடைய சாராம்சம், ஆண்டவர் வெளிப்பிரகாரமான ஊழியத்தை செய்ய ஆரம்பித்த போது தன்னுடைய சீடர்களிடத்தில் சொன்னார், மனுஷகுமாரன் ஒப்புக் கொடுக்கப்படுவார், மூப்பராலும் பரிசேயராலும் அவர் நிந்திக்கப்படுவார், கடைசியில் கொலை செய்யப்படுவார் என்று சொன்னார். ഈ ക്രിസ്തു കഷ്ടം അനുഭവിക്കും, മരിക്കും ഒക്കെ പറഞ്ഞു കേട്ടത് ശിഷ്യന്മാർക്ക് അതുകൊണ്ട് അംഗീകരിക്കാൻ മനസ്സിലായി. இயேசு கிறிஸ்து பாடுபடுவார், மரிப்பார் என்று சொன்ன உடனே இதை அங்கீகரிப்பதற்கு, அதை ஏற்றுக்கொள்வதற்கு சீசர்களுக்கு விருப்பமில்லை. അവർക്കത് കേൾക്കുന്നതേ താല്പര്യമില്ല. இதை கேட்கிறதுக்கே விருப்பமில்லை. അവരിൽ പ്രധാനിയായ പത്രോസ് കർത്താവിനോട് പറഞ്ഞത്, அவர்களில் முக்கியமானவராக இருந்த பேதுரு கர்த்தரிடத்திலே சொன்னார், കർത്താവേ നിനക്ക് അങ്ങനെ ഭവിക്കരുത്, ஆண்டவரே உமக்கு இது நடக்கக்கூடாது. മാത്രമല്ല ശാസിച്ചെന്നാ പറയുന്നത്. அவன் உண்மையாகவே நடக்கக்கூடாது, கடிந்து கொண்டு பேசுறான். പത്രോസിനും കൂട്ടു സഹോദരങ്ങൾക്കും അങ്ങോട്ട് സഹിക്കാൻ വയ്യ. அந்த பேதுருவுக்கும் அவனோடு கூட இருந்தவர்களுக்கும் இதை ஏற்றுக்கொள்ள சகித்துக் கொள்ள முடியவில்லை. അവർക്ക് വേണ്ടത് രോഗസൗഖ്യം കൊടുക്കുന്ന യേശുവിനെ അവർക്ക് ഇഷ്ടമായിരുന്നു. உடல் സുഖവിനത്തിൽ നോയിൽ നിന്ന് സുഖം കൊടുക്കുന്ന യേശു അവർക്ക് தேவை. അഞ്ചപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുന്ന യേശുവിനെ അവർക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. 5 കൊണ്ട് 5000 പേരെ പോഷിക്കുന്ന அந்த യേശു അവർക്ക് தேவை. രക്ഷിച്ച 12 വട്ടയെടുത്ത് ഒരു വട്ട പത്രോസിനും കിട്ടി, വലിയ സന്തോഷമായിരുന്നു. மீதியான துணிக்கைகள் 12 கிடைச்சதுல அது 1 பேதுருக்கு கிடைச்சது, அது ரொம்ப சந்தோஷம். അത് വലിയ സന്തോഷം. அது ரொம்ப സന്തോഷം. മനുഷ്യരെ ഉയർപ്പിക്കുന്ന ക്രിസ്തുവിനെ കേൾക്കുന്നത് വലിയ സന്തോഷം. அதுக்கு போனவர்களை உயிரோடு எழுப்புகிற இயேசு கிறிஸ்துவை ரொம்ப சந்தோஷம். പക്ഷെ കഷ്ടം അനുഭവിക്കുന്ന, മരിക്കുന്ന, പരാജയപ്പെടുന്ന, മാനുഷികമായി നോക്കുമ്പോൾ എല്ലാ പരാജയം സംഭവിക്കുന്ന യേശുവിനെ അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. மனுஷிய பார்வையிலே அவருக்கு பாடுகள், உபதிரவங்கள், கஷ்டங்கள், சோதனை இதெல்லாம் அவர்களுக்கு விருப்பமில்லை. അതുകൊണ്ട് പത്രോസ് പറഞ്ഞു, നിനക്ക് അങ്ങനെ ഭവിക്കരുത്. பேதுரு சொன்னார், இப்படி நமக்கு சம்பவிக்க கூடாது. ഇങ്ങനെ ഒരു നേതാവിനെ ഞങ്ങൾക്ക് വേണ്ട. இப்படிப்பட்ட ஒரு தலைவர் எங்களுக்கு வேண்டாம். മുഖത്ത് തുപ്പലേൽക്കുന്ന ഒരു നേതാവിനെ ഞങ്ങൾക്ക് വേണ്ട. முகத்திலே எச்சிலை ஏற்றுக்கொள்ளுகிற தலைவர் எங்களுக்கு வேண்டாம். യഹൂദന്മാരെ അടിയേൽക്കുന്ന ഒരു നേതാവിനെ ഞങ്ങൾക്ക് വേണ്ട. யூதரிடத்திலே அடி வாங்குகிற தலைவர் எங்களுக்கு வேண்டாம். ഞങ്ങൾ വെറുതെ അല്ല പടകും വലയും വിട്ട് മതത്തെ അനുഗമിച്ചത്. நாங்க சும்மா படகு வலையெல்லாம் விட்டுட்டு சும்மா வந்துடல. പത്രോസ് ശാസിച്ചു തുടങ്ങി. பேதுரு கடிந்து கொள்ள தொடங்கினார். അപ്പൊ കർത്താവ് എന്താ പറഞ്ഞത്? அப்பொழுது இயேசு என்ன சொன்னார்? സാത്താനെ എന്നെ വിട്ടുപോ, எனக்கு பின்னாக போ சாத்தானே, നീ ദൈവത്തിന്റേതല്ല മനുഷ്യന്റേതത്രേ കരുതിയിരിക്കുന്നത്. நீ தேவனுக்கு ஏற்றவில்லை இல்லாமல் மனுஷனுக்கு ஏற்றவில்லை சிந்திக்கிறாய். ഇവിടെ കർത്താവ് 2 പ്രയോഗം കൊടുത്തിട്ടുണ്ട്. கர்த்தர் 2 வார்த்தைகளை பயன்படுத்துகிறார். ഒന്ന് ദൈവത്തിന്റേത്, രണ്ട് മനുഷ്യന്റേത്. முதலாவது தேவனுக்கு ஏற்றவர்கள், இரண்டாவது மனுஷருக்கு ആ ஏற்றவர்கள். സന്ദർഭത്തിൽ ശിഷ്യന്മാർക്ക് മാനുഷികമായ ദർശനമേ ഉണ്ടായിരുന്നു. அந்த சூழ்நிலையிலே இந்த சீசர்களுக்கெல்லாம் மனுஷருக்கு ஏற்ற சிந்தனைகள் இருந்தது. ആത്മീയ ദർശനമില്ലായിരുന്നു. ஒரு ஆவிக்குரிய தரிசனம் அவர்களுக்கு இல்லாமல் இருந்தது. ഇവരെങ്ങനെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു? இவர்கள் எப்படி சிலுவையில் அறையப்பட்ட இயேசுவை பிரசங்கிப்பார்கள்? യേശു ക്രൂശിൽ മരിക്കുന്നവർക്ക് കേൾക്കാൻ പോലും വയ്യ. இயேசு கிறிஸ்து சிலுவையில் அறையப்பட வேண்டும், மரிக்க வேண்டும் என்பதை கேட்பதற்கு முடியவில்லை. യേശു കഷ്ടം അനുഭവിക്കുന്നവർക്ക് കേൾക്കാൻ വയ്യ. இயேசு கிறிஸ்து கஷ்டங்களை, பாடுகளை அனுபவிக்க போகிறார் என்று கேட்கவே பிடிக்கவில்லை. ആ സ്ഥിതിയിൽ അവരെങ്ങനെയാ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്? இந்த சூழ்நிலையில் சிலுவையில் அறையப்பட்ட இயேசுவை எப்படி பிரசங்கிப்பார்கள்? അവർക്കതിന് യോഗ്യതയുണ്ടോ? அதற்கு தகுதி இருக்கிறதா? യോഗ്യതയില്ല. அவர்களுக்கு தகுதி இல்லை. രണ്ടാമതായിട്ട് ഇവരെ ശ്രദ്ധിച്ചാൽ അറിയാം, இரண்டாவது இவர்களை பார்த்தால் പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉറങ്ങുന്നവർ, ஜெபம் பண்ணும்போது நல்லா தூங்குகிறோம், നല്ല ഉറങ്ങുവാൻ, நல்ல தூக்கம், ശ്രദ്ധിച്ചിരുന്ന് പ്രാർത്ഥിക്കത്തില്ല. கவனமாய் இருந்து ஜாக்கிரதையாய் ஜெபிக்கிறவர்கள் அல்ல. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ லூக்கா சுவிசேஷம் 22-ாம் அதிகாரம் 39-ഉം 40-ഉം വാക്യങ്ങൾ പഠിച്ചാൽ അറിയാം. 39-40 വസനങ്ങളെ വാസിക്കുമ്പോൾ தெரியும். അവിടെ എഴുതിയിരിക്കുന്നത്, യേശു പതിവ് പോലെ ഒലിവുമലയിലേക്ക് പോയി. இயேசு கிறிஸ்து வழக்கம் போல ஒலிவமலைக்கு சென்றார். ഗെത്സമനത്തോട്ടത്തിൽ ചെന്നപ്പോ அங்கே கெத்செமனே தோட்டத்துக்கு போனபோது തന്റെ ശിഷ്യന്മാരെ വിട്ടൊരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി. சீசர்களை அங்கே விட்டுவிட்டு கல்லறி தூரம் அவர்களை சென்றார். മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. அவர் முழங்கால் படியிட்டு ஜெபிக்க ஆரம்பித்தார். ഞാൻ 44 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ നോക്കിയാൽ அது லூக்கா 22-44 முதல் 46 வசனங்களை வாசிக்கும்போது കർത്താവ് പ്രാണവേദനയിൽ പ്രാർത്ഥിച്ചു. அவர் மிகவும் மரண ஜாகரத்தோடு ஜெபிக்கிறார். അവിടുത്തെ വിയർപ്പ് ചോരത്തുള്ളി പോലെ ഒഴുകത്തക്കവണ്ണം പ്രാർത്ഥിച്ചു. அவருடைய வேர்வை ரத்தத்தின் பெருந்துளிகளால் விழும் அளவிற்கு ஜெபித்தார். പ്രാർത്ഥിച്ചതിന് ശേഷം കർത്താവ് ശിഷ്യന്മാരുടെ അടുക്കൽ വരുമ്പോൾ ஜெபித்து முடித்த பின்பு சீசரிடத்திலே அவர் வந்தபோது അവർ വിഷാദത്താൽ ഉറങ്ങുന്നു. அவர்கள் துக்கத்தினால் நித்திரை பண்ணிக் கொண்டு കർത്താവ് ചോദിക്കുന്നത്, നിങ്ങൾ ഉറങ്ങുവാണോ? நீங்கள் தூங்குறீங்களா? അല്പസമയം ഉണർന്ന് നിന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലേ? கொஞ்ச நேரம் முடித்திருந்து ஜெபித்திருக்க கூடாதா? അവർക്കത് കഴിയുന്നില്ല.
அவங்களால முடியல. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ കർത്താവിനെ സാക്ഷിക്കാനുള്ള ദർശനം ലഭിക്കത്തുള്ളൂ. விழித்திருந்து ஜாக்கிரதையாய் ஜெபிக்கிறவர்களுக்கு மட்டுமே ஆண்டவரை இயேசு கிறிஸ்துவுக்கு அறிவிக்க முடியும். ആരൊക്കെ വീണ്ടും ജനിച്ചോ അവരൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. மறுபடியும் பிறந்தவர்கள் யார் யாரோ அவர்கள் எல்லாரும் நன்றாக ஜெபிக்கிறவர்கள். என்ன കാരണം? പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിക്കുന്നവർക്ക് ദൈവം തരുന്ന ആത്മാവിന്റെ ഒരു പ്രത്യേകത, பரிசுத்தாவியினால் மறுபடியும் பிறந்தவர்களுக்கு கிடைக்கக்கூடிய ஒரு விசேஷ தன்மை. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വായിച്ചാൽ, ഗലാത്യർ 4-ാം അധികാരം 6-ാം വചനത്തെ വാസിക്കാം. ഗലാത്യർ 4:6. ഗലാത്യർ 4:6 അവിടെ എഴുതിയിരിക്കുന്നതോ, അങ്ങനെ എഴുതിയിരിക്കുന്നത് നാം അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സ്തോത്രത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചതാണ്. அப்பா பிதாவே என்று கூப்பிடத்தக்கதான புத்திர சுவிகாரத்தின் ஆவியை கொடுத்திருக்கிறார். അപ്പൊ ആർക്ക് വീണ്ടും ജനിച്ചോ யாரெல்லாம் மறுபடியும் பிறந்திருக்கிறார்களோ അവർക്ക് പരിശുദ്ധാത്മാവുണ്ട്. அவர்களிடத்திலே பரிசுத்தாவியானவர் ആ உண்டு. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ அந்த பரிசுத்தாவியானவர் இருந்தால் അതെപ്പോഴും ഇങ്ങനെ വിളിച്ചു അപ്പാ പിതാവേ ഇങ്ങനെ വിളിച്ചോണ്ട്. அந்த ആവിയാനവർ உள்ளே இருக்கும் பொழுது அப்பா பிதாவே என்று கூப்பிட்டுக் கொண்டே இருப்பார்கள். രക്ഷിക്കപ്പെട്ടെന്ന് പറയുകയും எனவே ரட்சிக்கப்பட்டேன் என்று சொல்வதும், പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ஜெபத்திற்கு முக்கியத்துவம் கொடுக்காத யாராவது இருந்தால் വീണ്ടും ജനിച്ചോണ്ട് പരിശോധിക്കണം. அவர்கள் மறுபடியும் பிறந்தார்களா என்பது கேள்விக்குறி. വീണ്ടും ജനിച്ചതിന്റെ ഒരു വലിയ പ്രത്യേകത, ஒரு மறுபடியும் பிறந்த ஒருவருடைய விசேஷத்த தன்மை, എപ്പോഴും സ്വർഗ്ഗത്തെ ദൈവത്തെ ഇങ്ങനെ വിളിച്ചു, ஆண்டவரை பரலோகத்திற்கு தேவனை கூப்பிட்டுக் கொண்டே இருக்கிற ஒரு குணம். എപ്പോഴും കർത്താവുമായിട്ട് ബന്ധപ്പെട്ടു ஆண்டவரோடு கூட எப்பொழுதுமே ஒரு தொடர்பு வைக்கிறார். പരിശുദ്ധാത്മ ഉള്ളത്തിൽ വന്നതിന്റെ പ്രത്യേകത அது பரிசுத்தாவியானவர் உள்ளத்துக்குள் வந்ததினால் ஏற்பட்டக்கூடிய விசேஷத்த தன்மை. അത് ഓരോ ദൈവമക്കളും പരിശോധിക്കണം. ஒவ்வொரு தேவனுடைய பிள்ளைகளும் உங்களை சோதித்துக் கொள்ள வேண்டும். ശിഷ്യന്മാരിൽ പരിശുദ്ധാത്മ വരുന്നതിന് മുമ്പ്, பரிசுத்தாவியானவர் வருவதற்கு முன்பு இந்த சீஷர்கள் അവർക്ക് പ്രാർത്ഥനയുടെ ഈ രഹസ്യമൊന്നും അത്ര ஜெபத்தினுடைய ரகசியம் முழுவதும் தெரியாது. മൂന്നാമതായിട്ട് ഇവരെ പരിശോധിച്ചാൽ അറിയാം. மூன்றாவதாக இந்த சீஷர்களை பார்த்தால் தெரியும். ഇവരെപ്പോഴും തങ്ങളിൽ തന്നെ ആരാണ് വലിയവരെന്ന് ഇങ്ങനെ ചിന്തിച്ചു. தங்களுக்குள் யார் பெரியவர் என்று எப்போதும் வாக்குவாதம் பண்ணுகிறவர். മർക്കോസിന്റെ സുവിശേഷം மார்க்கு சுவிசேஷம் 10-ാം അധ്യായത്തിൽ 10-ാം அதிகாரம் 35 മുതൽ 35 முதல் 42 വരെയുള്ള വാക്യങ്ങൾ പഠിച്ചാൽ 45 വരെയുള്ള വചനങ്ങളെ വാസിത്താൽ தெரியும். മർക്കോസ് 10:35 മുതൽ 41 വരെയുള്ള മാർക്ക് 10:35 മുതൽ 41. ഇവിടെ കർത്താവും ശിഷ്യന്മാരും തനിച്ചിരിക്കുമ്പോൾ, அங்கே இயேசு கிறிஸ்துவும் ஒரு விசேஷங்களும் தனிமையாக இருக்கும்போது കർത്താവിന്റെ ശിഷ്യന്മാരായ സെബദി മക്കൾ அங்கே செபதேயுவின் குமாரராகிய இயேசு கிறிஸ்துவின் சீஷரை എന്ന് പറഞ്ഞ യാക്കോബും യോഹന്നാൻ அவர்கள் யார்? யாக்கோபு, யோவான். കർത്താവിന്റെ അടുക്കൽ ചെന്നൊരു അപേക്ഷ, ஆண்டவரிடத்திலே ஒரு வேண்டுகோள். അമ്മയുടെ ഉപദേശപ്രകാരം അപേക്ഷിച്ചത്. அம்மா சொல்லிவிட்டதன் மூலமாக இங்க வந்து வேண்டுகோள் வைக்கிறார். എന്താണെന്നറിയാം അവരുടെ ആഗ്രഹം? அவருடைய ஆசை என்ன தெரியுமா? കർത്താവിനോട് മഹത്വത്തിൽ പ്രവേശിക്കുമ്പോൾ ஆண்டவர் மகிமையிலே பிரவேசிக்கும் போது തൊട്ടടുത്ത വശത്ത് அவருக்கு அடுத்து தொடர்ந்து அவருக்கு அடுத்ததாக ഇവർക്ക് രണ്ടുപേർക്ക് ഇരിക്കാനുള്ള വരം കിട്ടും. இது ரெண்டு அனந்தமார் உட்காரக்கூடிய ஒரு வரம். ശേഷം 10 പേരെക്കാൾ മുന്നിലുള്ള സ്ഥാനം. அங்க இருக்கக்கூடிய மற்ற 10 பேரை விட முன்னாலே இருக்கக்கூடிய ஒரு ஸ்தானத்தை இருக்கு. ആകെ 12 പേരേ ഉള്ളൂ. மொத்தம் இருக்கிறதே 12 பேர். അതിനകത്ത് തന്നെ മതിവരാകാണെന്നുള്ള പഠനം. அந்த 12 பேர்ல பெரிய ஆளாகணும்னு ஒரு முயற்சி. നിങ്ങൾ 41-ാമത്തെ വാക്യം വായിച്ചാലേ அது 41-ஆம் வசனத்தை வாசிக்கும்போது தெரியும். ഇത് നിമിത്തം ശേഷം 10 പേര് നീരസപ്പെട്ടു. இது நிமித்தம் அவர்களுக்குள்ள பிரிவினை ஏற்பட்டது. 40 மற்ற 10 பேரும் அதை கேட்டு யாருக்கும் எரிச்சலானார்கள். ഇത് ബാക്കി 10 പേര് നീരസം. மீதி 10 பேரும் கூட்டு சேர்ந்து இவர்கள் மேல் எரிச்சல். ഇന്ന് പലപ്പോഴും സഭയിലൊക്കെ നടക്കുന്നു. சபையில் அதிகமாக இதுதான் நடக்குது. ആരെങ്കിലും 1-2 പേരെ മുന്നിൽ കയറാമോ? யாராவது 1-2 பேரும் முன்னேற வேண்டும் என்று முயற்சிப்பார்கள். കയറാൻ പറ്റാത്തൊരു പിറുപിറു. அங்கே முன்னேறி போக முடியாதவர்கள் பின்னால் முழுந்திருப்பாங்க. പാട്ട് ശരിയായില്ല, பாட்டு நல்லா இல்ல, പ്രസംഗം ശരിയായില്ല, பிரசங்கம் சரியில்லை. പ്രസംഗം ശരിയായതുകൊണ്ടല്ല, பிரசங்கம் சரியாததுனால அல்ல, മുന്നിൽ കയറാത്ത കുഴപ്പം இவங்களுக்கு முன்னால போக முடியலங்கிறதுனால ஏற்பட்ட பிரச்சனை. ജഡത്തിന്റെ ഒരു സ്വഭാവമാണ്. இது மாம்சத்தினுடைய ஒரு சுபாவம். അത് ശിഷ്യന്മാർക്കുണ്ടായിരുന്നോ? அது சீசனுக்கு உண்டாயிருக்கு. അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമല്ല, அது பரிசுத்தாவியாருடைய கிரியை அல்ல, ജഡത്തിന്റെ പ്രവർത്തനമാണ്. மாம்சத்தின் கிரியை. മാത്രമല്ല മർക്കോസ് 9:34 നോക്കുക. மார்க்கு 9:34 பாருங்க. മർക്കോസ് 9:34 അവർ വഴിയിൽ വെച്ച് യാത്ര ചെയ്യുമ്പോൾ തങ്ങൾ ആരാണ് വലിയവരെന്ന് പറഞ്ഞിങ്ങനെ തർക്കിച്ചു. அவர்கள் வழியிலே போய் கொண்டிருக்கும்போது தங்களுக்குள்ளே எவன் பெரியவன் என்று தர்க்கம் பண்ணினார். അപ്പൊ ഇവരുടെ ചിന്തയെല്ലാം എന്തായിരുന്നു? ഞങ്ങളിൽ ആരാണ് വലിയത്, ഞങ്ങളിൽ ആരാണ് വലിയത്, ഞങ്ങളിൽ ആരാണ് വലിയത്. உங்களுடைய ஒரே சிந்தனை இந்த 12 பேர்ல யார் பெரியாள் என்ற ஒரு. ഇന്ന് പല സ്ഥലസഭകളിലെ പ്രശ്നം എന്ന് പറയുന്നത് இன்றைக்கு பல ஸ்தலங்களிலும் பிரச்சனை என்று வரும்போது ഉപദേശ വിഷയമൊന്നുമല്ല, உபதேசத்தை பற்றி பிரச்சனை இல்ல, ബൈബിൾ പഠിക്കാത്തത് കൊണ്ടല്ല, பைபிள் படிக்கல பிரச்சனை இல்ல. ശരിക്കും ശ്രദ്ധിച്ചാൽ അറിയാം. நன்றாக கவனித்து பார்த்தால்
பார்த்தால் ഞങ്ങൾ ആരാണ് വലിയത്? இங்கே எங்களில் யார் பெரியவர்? ഇവർക്ക് യേശുക്രിസ്തുവിനെ സാക്ഷിക്കാൻ യോഗ്യതയുണ്ടോ? இவங்க போய் இயேசு கிறிஸ்துவ பிரசங்கம் பண்றதுக்கு தகுதி இருக்கா? ശിഷ്യന്മാരുടെ കാലുകളെ മെഴുകിയ, இயேசு கிறிஸ்துடைய கால்களை கழுவினவர், നഗരവാതിൽ ഉറച്ചു കഷ്ടം അനുഭവിച്ച, நகரவாசலுக்கு புறம்பே கஷ்டங்களை அனுபவித்தவர், ഞാനോ മനുഷ്യനല്ല ഒരു കൃമിയത്ര എന്ന് പറയത്തക്കവണ്ണം, நானோ மனுஷனல்ல ஒரு புழு என்று சொல்லக்கூடிய அளவுக்கு തന്നെത്താൻ താഴ്ത്തിയ, தன்னைத்தானே தாழ்த்தின, ക്രൂശിത മരണത്തോളം താഴ്ത്തിയ, சிலுவை மரண பரியந்தம் தம்மை தாழ்த்தின, ശപിക്കപ്പെട്ട മരണം ഏറ്റെടുത്ത, சபிக்கப்பட்டவர் என்று சாபத்தை ஏற்றுக்கொண்ட ഈ ക്രിസ്തുവിനെ സാക്ഷിപ്പാൻ ശിഷ്യന്മാർക്ക് യോഗ്യതയുണ്ട്? இந்த கிறிஸ்துவை பிரசங்கிப்பதற்கு இந்த சீஷர்களுக்கு தகுதி இருக்கிறதா? ഒരിക്കലും യോഗ്യത தகுதியே இல்லை. അതുകൊണ്ട് കർത്താവ് നിങ്ങൾ ഇപ്പൊ പോയി സാക്ഷിക്കണ്ട, ஆண்டவர் சொன்னால் இப்போ நீ பிரசங்கம் பண்ண வேண்டும், നിങ്ങൾ ആദ്യം ശരിയാകാം, முதல்ல நீ சரியாக അത് നിങ്ങൾ എന്റെ അടുത്ത് വാ, என்கிட்ட வா, നിങ്ങൾ ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടണം, நீங்கள் பரிசுத்தாவியினாலே நடத்தப்பட வேண்டும், അല്ലാതെ സാക്ഷിക്കണ്ട, இல்லாவிட்டால் பிரசங்கிக்க வேண்டாம், അല്ലാതെ പ്രസംഗിക്കണ്ട, இல்லாவிட்டால் பிரசங்கிக்க வேண்டாம், അതുകൊണ്ട് പ്രയോജനമില്ല. அதனால பிரயோஜனம் இல்லை. ശിഷ്യന്മാരെ ശ്രദ്ധിച്ച് சீசன்மாரை கவனிங்க, അവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് തുടങ്ങുന്നവരായിരുന്നു, ஜெபம் பண்ணும்போது தூங்குறாங்க, ആത്മീയ ദർശനമില്ലാത്തവരായിരുന്നു, ஆவிக்குரிய தரிசனம் இல்லை, തങ്ങൾ തന്നെ വലിയവരാരാണെന്ന് പറഞ്ഞ് എപ്പോഴും ഇങ്ങനെ മത്സരിക്കുന്നത്. தங்களில் யார் பெரியவர் என்று எப்பொழுதும் போட்டி போடுகிறவர்கள். ഇനി നാലാമതായിട്ട് ഇവരെ പരിശോധിച്ചാൽ நாலாவது குணாதிசயம், തങ്ങൾക്കെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, தங்களுக்கு விரோதமாக யாராவது சொன்னார், അവർക്കെതിരായിട്ട് അവരെ തീയിറക്കി നശിപ്പിക്കുന്നത്, அவங்கள முடிஞ்ச அளவுக்கு நாசம் பண்ணிடும். ലൂക്കോസിന്റെ സുവിശേഷം லூக்கா எழுதின சுவிசேஷம் 9-ാം അധ്യായത്തിന്റെ 9-ാം அதிகாரம் 51 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ 51 മുതലുള്ള വചനങ്ങൾ, യേശുക്രിസ്തുവിന്റെ ആരോപണത്തിലുള്ള ലൂക്കോസ് 9:51 മുതൽ ലൂക്കാ 9:51 മുതൽ യേശുക്രിസ്തുവിന്റെ ആരോപണത്തിലുള്ള കാലം തികഞ്ഞപ്പോ இயேசு கிறிஸ்து பரலோகத்துக்கு எடுத்துக்கொள்ளப்படக்கூடிய நாள் சமீபித்த போது യെരുശലേമിലേക്ക് പോകാനായിട്ട് മനസ്സുറപ്പിച്ചു. அவர் எருசலேமுக்கு போவதற்காக அவர் விரும்பினார். ഈ യെരുശലേമിന്റെ ഒരു വശത്തും മറ്റൊരു വശത്തേക്ക് പോകുമ്പോൾ ஒரு எருசலேம் பட்டணத்திலே ஒரு பகுதியிலிருந்து இன்னொரு பகுதிக்கு போகும்போது ശമരിയ ഗ്രാമത്തിൽ കൂടി വേണം പോകാൻ. இடையிலே சமாரியாவின் கிராமத்துடைய போவேன். അപ്പൊ ശമരിയിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ക്യാമ്പ് അടിക്കാൻ വേണ്ടി ദൂതന്മാരെ അയച്ചു. சமரியா தாண்டி போகும்பொழுது அங்கே கொஞ்சம் தங்கி இருக்கும்படி முகாம் போடும்படி சில தூதர்களை அனுப்பினார். എന്നാൽ യേശുക്രിസ്തു യെരുശലേമിലേക്ക് പോകുന്ന ശമരിയക്കാർ അറിഞ്ഞതുകൊണ്ട് இயேசு கிறிஸ்து எருசலேமுக்கு போகிறார் என்று சமாரியர்கள் அறிந்தவுடனே കർത്താവ് ശിഷ്യന്മാർക്ക് ക്യാമ്പ് ചെയ്യാനായിട്ട് അവർ അനുവദിച്ചില്ല. அந்த சமாரியர்கள் இயேசு கிறிஸ்துவும் சீடர்களும் அங்கே தங்குவதற்கு அனுமதி கொடுத்தார். അതിന്റെ കാരണം യെരുശലേമിലും ശമരിയക്കാരും തമ്മിൽ ശത്രുക്കളായി. இதனுடைய மூல காரணம் எருசலேமில் உள்ளவர்களும் யூதர்களுக்கும் சமாரியர்களுக்கும் அவர்கள் எதிரிகளாக இருந்தார். ഏതായാലും യേശുക്രിസ്തു യെരുശലേമിലേക്ക് പോകാണല്ലോ. என்ன இருந்தாலும் இயேசு கிறிஸ்து எருசலேமுக்கு போக வேண்டும். അതിനവർക്ക് യേശുക്രിസ്തുവിനെ ശിഷ്യന്മാരെ സ്വീകരിക്കാൻ മനസ്സില്ലെന്ന്. அப்படி எருசலேமுக்கு போகிறது இயேசு கிறிஸ்து சீசர்களுக்கு எங்களுக்கு வேண்டாம். ഇത് കേട്ട ശിഷ്യന്മാർ കർത്താവിന്റെ അടുക്കലെന്ന് പറയുന്നതോ இதை கேள்விப்பட்ட உடனே இந்த சீசர்கள் இயேசு கிறிஸ்துவிடம் வந்து சொல்லுகிறார்கள், കർത്താവ് ശമരിയ ജാതിക്കാരുണ്ടല്ലോ, அந்த சமாரிய ஜாதிக்காரர்கள் നമ്മളെ இருக்கிறார்கள், കൈക്കൊള്ളാൻ മനസ്സ് വെച്ചില്ല. நம்மை ஏற்றுக்கொள்வதற்கு மனசில்லை. അതുകൊണ്ട് ഏലിയ പ്രവാചകന്റെ കാലത്ത് ചെയ്തതുപോലെ அதனால எலியா தீர்க்கதரிசியின் காலத்தில் நடந்தது போல ആകാശത്തും തീയിറക്കി வானத்திலிருந்து அக்கினியை மறைச்சு ഇവരെ നശിപ്പിച്ച് കളയണമെന്ന് ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതം. நாங்கள் அவர்களெல்லாம் அழிக்க வேண்டும் என்று நாங்கள் சொல்வது நமக்கு சம்மதமா? എന്ന് പറഞ്ഞാൽ കർത്താവ് ഒന്ന് സമ്മതം കൊടുത്താൽ മതി. இதனுடைய அர்த்தம் என்ன? ஆண்டவர் சம்மதித்தால் അമേരിക്ക ജപ്പാനിൽ ബോംബിട്ടതുപോലെ அமெரிக்கா ஜப்பான்ல போய் அணுகுண்டு போட்டது போல ഈ ശബരിയക്കാരെ എല്ലാവരും ബോംബിട്ട് നശിപ്പിച്ചു. இந்த சமரியா முழுவதும் பாம்பு போட்டு எல்லாம் நாசம் பண்ணும். അതാണ് ശിഷ്യന്മാർ. சீஷர்கள் அப்படிப்பட்டவர்கள். ഇവർക്ക് യേശുക്രിസ്തുവിനെ സാക്ഷിക്കാൻ യോഗ്യത. இவர்கள் போய் இயேசு கிறிஸ்துவை பற்றி சாட்சி சொல்ல முடியுமா? കർത്താവിന്റെ മുഖത്ത് തുപ്പലേറ്റപ്പോൾ വാശിക്ക് അധീനമാകാത്ത ക്രിസ്തു அந்த இயேசு கிறிஸ்துவனுடைய முகத்திலே எச்சிலை ஏற்றுக்கொண்ட பொழுது எதுவும் பதில் சொல்லாத இயேசு கிறிஸ்து തലയിൽ മുൾക്കിടം വെച്ച് കോലും ഉണ്ടാഞ്ഞപ്പോൾ ഇവർ ചെയ്യുന്നത് ഇന്നെന്ന് അറിയാണ്ട് ഇവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ യേശു தலையிலே முட்கிரீடத்தை வைத்து கோலால் அடித்து உள்ளே இறக்கின பொழுது இவர்களை மன்னியும் என்று சொன்ன இயேசு கிறிஸ்து തങ്ങളെ ക്രൂശിച്ചവരെ പോലെ സ്നേഹിക്കുന്ന യേശു ക്രിസ്തു தங்களை சிலுவையில் அடிக்கிற அந்த எதிரிகளையும் நேசிக்கிற இயேசு கிறிஸ்து. ഈ ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ ശിഷ്യന്മാർക്ക് യോഗ്യത. இந்த கிறிஸ்துவை பிரசங்கிப்பதற்கு இந்த சீசனுக்கு தகுதி இருக்கிறதா? പ്രിയ സഹോദരന്മാർ, ഒരു യാഥാർത്ഥ്യം പറയട്ടെ. அருமையான சகோதரர்களே, ஒரு உண்மையை சொல்லுகிறேன். നമുക്ക് ആരോടെങ്കിലും പ്രതികാരം ഉണ്ടെങ്കിൽ നമ്മൾ ആരാധിച്ചിട്ട് കാര്യമില്ല. நமக்கு யாரோடு கூட ஏதாவது பிணக்குகள் சண்டைகள் இருக்குமானால் நாம் ஆராதனை செய்து பிரயோஜனம். ആരോടെങ്കിലും ദേഷ്യഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് വേണം പിന്നെ കർത്തൃമേശയിലേക്ക്. யாரிடத்திலாவது கோபப்பட்டு பிரச்சனை இருக்குமானால் அதை சரி செய்து கொண்டுதான் கர்த்தருடைய வேதியில கொண்டு வர வேண்டும். 5 പൈസയുടെ പ്രയോജനം இல்லாவிட்டால் 5 பைசாவுக்குள்ள மதிப்பு கூட பயன் இருக்காது. രക്ഷിക്കപ്പെട്ടതാ, സ്നാനപ്പെട്ടതാ, ശരിയാ. ரட்சிக்கப்பட்டீர்கள், ஞானஸ்நானம் எடுத்தீர்கள், உண்மைதான். പക്ഷെ ആരോടെങ്കിലും പഴക്കമുണ്ടോ? ஆனா யாரிடத்திலும் சண்டை இருக்கா? ആരോടെങ്കിലും പ്രതികാരമുണ്ടോ? யாரிடத்திலாவது ஏதாவது போட்டி അത് சச்சரவு ദൈവസന്നിധിയിൽ ഇറക്കി വെക്കണം. அதை தேவனுடைய சன்னிதானத்திலே நாம் இறக்கி வைத்து விட்டு ഒരു പഴക്കവും ഹൃദയത്തിൽ വെച്ചോണ്ടിരിക്കരുത്. இதயத்திலே எந்த சண்டைகளையும் வைத்துக் ഒരു கொள்ளக்கூடாது. പ്രതികാരം വെച്ചോണ്ടിരിക്കരുത്. எந்த ஒரு சச்சரவையும் வைத்துக் கொள்ளக்கூடாது. അങ്ങനെയുള്ളവർക്ക് ആത്മീയ സൃഷ്ടിക്കാനുള്ള യോഗ്യതയില്ല. அப்படிப்பட்டவர்கள் ஆவிக்குரிய ஊழியம்
ஊழியம் செய்வதற்கு தகுதி இல்லை. ഈ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം இந்த சீஷர்களை சம்பந்தப்படுத்தி അവർ പ്രതികാര ബുദ്ധിയുള്ളവരായിരുന്നു. அவர்களுக்கு பதில் செய்யக்கூடிய தகுதி புத்தி இருந்தது. അവരുടെ കർത്താവ് നിങ്ങളെ വെയിറ്റ് ചെയ്യാം. நீங்க கர்த்தர் சொன்னா நீங்க காத்திருங்கள். നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് വരട്ടെ, உங்களுக்கு பரிசுத்தாவியானவர் வரட்டும், എന്നിട്ട് ചെയ്യാം. அதுக்கு பிறகு செய். അപ്പൊ ശിഷ്യന്മാർക്ക് കർത്താവിനെ സാക്ഷി പറയാൻ യോഗ്യതയില്ല. அப்படின்னா இயேசு கிறிஸ்துவை சாட்சி சொல்வதற்கு இந்த சீஷர்களுக்கு அந்த காலகட்டத்தில் தகுதி இல்லை. കാരണം നാലാമത്തെ കാരണം അവർ പ്രതികാര ബുദ്ധിയുള്ളവരാണ്. ஏனென்றால் அவர்கள் பதில் செய்யக்கூடியவர்கள். അഞ്ചാമതായിട്ട് ശിഷ്യന്മാരെ ശ്രദ്ധിച്ചാൽ இனி ஐந்தாவது சீஷருடைய தன்மையை பார்த்தால் മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 50-ാമത്തെ വാക്യം നോക്കാം. മാർക്ക് 14:50. മർക്കോസ് 14:50. മാർക്ക് 14:50. അപ്പോൾ ശിഷ്യന്മാരെല്ലാം കർത്താവിനെ വിട്ട് ഓടിപ്പോയി എന്നായിരുന്നു. അപ്പോൾ എല്ലാവരും അവരെ വിട്ട് ഓടിപ്പോனார். എല്ലാ ശിഷ്യന്മാരും കർത്താവിനെ വിട്ട് ഓടി. இயேசு கிறிஸ்துவை விட்டு எல்லா சீஷர்களும் ஓடிவிட்டார். ഈ പറഞ്ഞവരെല്ലാം പോയി. இந்த இப்படியெல்லாம் பேசிட்டு இருந்த எல்லாரும் ஓடிவிட்டார். തൊട്ടടുത്ത വശത്ത് ഇരിക്കണമെന്ന് പറഞ്ഞവരെല്ലാം പോയി. பக்கத்துல உட்கார்ந்து கேட்டவனும் ஓடி போனான். മാത്രമല്ല ആരെല്ലാം നിന്നെ തള്ളി പറഞ്ഞാലും ഞാൻ ഒരു നാളും തള്ളി പറയുന്ന മർക്കോസ്, யார் உண்மை கைவிட்டாலும் நான் உண்மை கைவிட மாட்டேன் என்று சொன்ன, உண்மை விட்டு விலக மாட்டேன் என்று சொன்ன பேதுரு അന്ന് രാത്രി കോഴി പോകുന്നതിന് മുമ്പ് அன்றைக்கு ராத்திரியிலே சேவல் கூவுவதற்கு முன்பு ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ അടക്കാം ஒரு சாதாரண பெண்ணுக்கு முன்பாக 3 പ്രാവശ്യം തള്ളി. 3 முறை ஆண்டவரை மறுதலித்தார். ഒരു കൊച്ചു പെൺകുട്ടി മുമ്പ് ഞാൻ യേശു ക്രിസ്തുവിന്റെ ശിഷ്യനാണെന്ന് പറയാനുള്ള തന്റെ ഇടം പത്രോസിന്. ஒரு சாதாரண பெண்ணுக்கு முன்பாக நாம் இயேசுவின் சீஷன் என்று தைரியமாக சொல்வதற்குள்ள தைரியம் இல்லாத ശിഷ്യന്മാർ சீஷர்கள் இப்படிப்பட்டவர்களாக ഒരു സാധാരണ മനുഷ്യന്റെ ചിത്രമാണിത്. இதெல்லாம் ஒரு சாதாரண சராசரி மனிதனுடைய சுபாவம். മാത്രമല്ല அது மட்டுமல்ல, യോഹന്നാന്റെ സുവിശേഷം யோவான் சுவிசேஷம் 19-ാം അധ്യായത്തിന്റെ 20-ാം അധ്യായത്തിന്റെ 20-ஆம் அதிகாரம் 19 മുതലുള്ള വാക്യങ്ങൾ പഠിച്ചാൽ 19 മുതലുള്ള വാസനങ്ങളിൽ പഠിത്താൽ ആഴ്ചവട്ടത്തിന്റെ യോഹന്നാൻ 20-19 മുതലുള്ള വാക്യങ്ങൾ. യോവാൻ 20:19 മുതൽ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം വൈകുന്നേരമായി വാരത്തിൽ 1-ാം സായങ്കാല വേളയിൽ കർത്താവായ യേശു ക്രിസ്തു മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റ ആ ദിവസം വൈകുന്നേരമായി. அப்படியானால் இயேசு கிறிஸ்து மரணத்திலிருந்து உயிர்த்தெழுந்த அந்த நாளையும் சாயங்காலம் ശിഷ്യന്മാരൊക്കെ ഒരു മുറിയിൽ കയറിയിരിക്കുകയാണ്. சீசர்கள் எல்லாம் ஒரு அறையிலே கூடியிருந்தார்கள். യഹൂദന്മാരെ പിടിച്ച് കഥ കളച്ചിരിക്കുന്നു. யூதர்களுக்கெல்லாம் பயந்து கதவை கூட்டியிருக்கிறார்கள். എന്തൊരു ഭയമാ! என்ன பயம்? യഹൂദന്മാരെന്ന് കേൾക്കുമ്പോ ഇരിക്കുന്ന മുറിയുടെ കഥ തുറക്കാൻ വയ്യ. யூதர்கள் என்று கேட்டவுடனே கதவை கூட திறக்க முடியாது. ഇവരെങ്ങനെയാ കർത്താവിനെ സാക്ഷിക്കുന്നത്? இவங்க எப்படி போய் இயேசு கிறிஸ்துவை சாட்சி சொல்வார்கள்? യഹൂദന്മാരെന്ന് കേൾക്കുമ്പോഴേ പേടിക്കുക. யூதர்கள் என்று கேட்டவுடனே பயப்படுகிறார்கள். മുറിയിൽ വെളിയിലോട്ട് ഇറങ്ങാൻ വയ്യ. அறையிலிருந்து வெளியிலே போக முடியாது. ഇവരെങ്ങനെ പരസ്യലോകത്തിന് സാക്ഷിക്കുന്നത്? இவர்கள் எப்படி வெளிப்பிரசங்கம் செய்வார்கள்? ഇവരെ കൊണ്ട് സാധിക്കുമോ? முடியுமா? ആ ജന്മത്തിൽ സാധിക്കും. இது அவருடைய ஜென்மம் முழுவதுமே முடியாது, സാധിക്കത്തില്ല. முடியாது. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, அதனால ஆண்டவர் சொன்னார், പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരണം, பரிசுத்த ஆவி உங்கள் மேல் வர வேண்டும், നിങ്ങളുടെ ശക്തി ലഭിക്കണം. உங்களுக்கு பலன் கிடைக்க வேண்டும். പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോഴോ பரிசுத்த ஆவி வந்த பிறகு എന്റെ ദൈവം ഈ ശിഷ്യന്മാർക്ക് ആകെ മാറ്റം വന്നു. சீஷர்கள் முற்றிலும் மாறிவிட்டார்கள். എന്തൊരു മാറ്റം! என்ன பெரிய மாற்றம்! ഒരു പെൺകുട്ടി മുമ്പിൽ ഏറ്റു പറയാൻ കഴിയാത്ത പത്രോസ്, ஒரு பெண்ணுக்கு முன்பாக இயேசுவின் சீஷன் என்று சொல்ல முடியாத பேதுரு, യഹൂദ പുരുഷന്മാരെ നോക്കി വിളിച്ചു പറഞ്ഞു, யூதர்களாகிய அந்த மனிதர்களை பார்த்து சொல்லுகிறார், അല്ല യഹൂദ പുരുഷന്മാരെ, யூதர்களே, യെരൂശലേം ദേശവാസികളെ, எருசலேம் குடிகளே, നിങ്ങൾ ക്രൂശിൽ തറച്ച ക്രിസ്തുവിനെ, நீங்கள் சிலுவையில் அறைந்த இயேசுவை നമ്മുടെ പിതാവായ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, பிதாவாகிய தேவன் உயிரோடு எழுப்பினார், അവനെ ക്രിസ്തു കർത്താവാക്കി വെച്ചു. அவரை கிறிஸ்துவின் தேவனாக மாற்றினார். എവിടെയാ മാറ്റം? எங்கே எப்படிப்பட்ட மாற்றம்? നിങ്ങൾ വേദപുസ്തകം പഠിക്കുമ്പോൾ வேதத்தை வாசிக்கும் போது സുവിശേഷങ്ങൾ കാണുന്ന ശിഷ്യന്മാരെ നോക്കണം, சுவிசேஷ புஸ்தகங்களில் காண்கிற சீசர்களை பாருங்கள், അപ്പോസ്തല പ്രവൃത്തി കാണുന്ന ശിഷ്യന്മാരെ നോക്കണം. அப்போஸ்தலர் நடவடிக்கைகளிலே காணப்படுகிற சீசர்களை பாருங்கள். ഭയങ്കര വ്യത്യാസമാണ്. பெரிய வித்தியாசத்தை பாருங்கள். സുവിശേഷങ്ങൾ കാണിക്കുന്ന ശിഷ്യന്മാർ சுவிசேஷங்களில் பார்க்கிற சீசர்கள் സാധാരണ മനുഷ്യരുടെ സ്വഭാവമാണ്. ஒரு சாதாரண சராசரி மனிதனுடைய சுபாவத்தை உடையவர்கள். എന്നാൽ അപ്പോസ്തല പ്രവൃത്തി കാണുന്ന ശിഷ്യന്മാരോ ஆனால் அப்போஸ்தலர் நடவடிக்கைகளிலே பார்க்கிற சீசர்கள் ഒരു ആത്മീയ ദർശനമുള്ളവരാ, ஆவிக்குரிய தரிசனம் பெற்றவர்கள், പ്രാർത്ഥനയിലൊക്കെ ഉറ്റിരിക്കുന്നവരാണ്. ஜெபத்திலெல்லாம் அப்படிப்பட்ட உறுதியாக இருக்கிறவர்கள். അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യം നോക്കിയേ. அப்போஸ்தலர் 6-ാം அதிகாரம் 4-ാം വചനത്തെ പാരുங்கள். അപ്പോസ്തല പ്രവൃത്തി 6:4. அப்போஸ்தலர் 6:4. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉദ്ധരിക്കും. நாங்களோ ஜெபம் பண்ணுவதிலும் தேவவசனத்தை போதிக்கிற ஊழியத்திலும் தரித்திருப்போம். എവിടെയാ വ്യത്യാസം? எவ்வளவு என்ன வித்தியாசம் பாருங்க. അല്പസമയം പ്രാർത്ഥിക്കാൻ വയ്യാത്തവരായിരുന്നു. கொஞ்ச நேரம் ஜெபிக்க முடியாதவர்களாக இருந்தார்கள். പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ அப்பொழுது பரிசுத்த ஆவியானவர் வந்தபோது പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉദ്ധരിക്കുക. ஜெபத்திலும் வசனத்தை போதிக்கிறதிலும் தரித்திருப்போம். പിന്നെ അവർക്ക് സ്ഥാനവും മാനവും വേണ്ട. இப்ப அவங்களுக்கு ஸ்தானங்கள் தேவையில்லை. അവർക്ക് ആത്മീയ ലോകപ്രകാരമുള്ള ഒന്നും വേണ്ട. இப்பொழுது அவர்களுக்கு உலக பிரகாரமான எந்த மேன்மையும் வேண்டாம். അവർ ആത്മീയ ദർശനമുള്ളവരായി തീർന്നു. அவர்கள் ஆவிக்குரிய
தரிசனம் பெற்றவர்களாய் மாறினார்கள். എവിടെയാണ് അതിന്റെ വ്യത്യാസം വന്നത്? வித்தியாசம் எங்கே வந்தது? അവരിൽ പരിശുദ്ധാത്മാവ് വന്നു. பரிசுத்த ஆவியானவர் அவர்களுக்குள் வந்தபோது, രക്ഷിക്കപ്പെട്ട സഹോദരി സഹോദരന്മാരെ, இங்கே ரட்சிக்கப்பட்டிருக்கிற தேவனுடைய பிள்ளைகளே, നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ, நீங்கள் ரட்சிக்கப்பட்ட போது പരിശുദ്ധാത്മാവ് ഉള്ളത്തിൽ വന്നാമോ രക്ഷിക്കപ്പെട്ട? பரிசுத்த ஆவியானவர் உள்ளே வந்து ரட்சிக்கப்பட்டீர்களா? അതോ പെൺകുഞ്ഞുങ്ങൾ ചുമ്മാ തേച്ചു പറഞ്ഞതാണോ? அல்லது பெண் பிள்ளைகளை சும்மா அறிக்கை செய்தீர்களா? കേവലം ബുദ്ധി കൊണ്ട് തേച്ചു പറഞ്ഞത് മാത്രമാണോ? அறிவிலே ஏற்றுக்கொண்டு அறிக்கை செய்தீர்களா? ദർശനം വരത്തില്ല. அப்படியா இருந்தால் ஆவிக்குரிய தரிசனம் கிடைக்காது. പ്രാർത്ഥന തിരിക്കാൻ പറ്റില്ല. ஜெபத்திலே தரித்திருக்க முடியாது. സുവിശേഷം അറിയിക്കാനുള്ള ശക്തി ലഭിക്കത്തില്ല. சுவிசேஷம் அறிவிக்கக்கூடிய பலன் கிடைக்காது. അപ്പായും മമ്മിയും പറഞ്ഞത് ഏറ്റു വന്നതുകൊണ്ടോ, அப்பா அம்மா சொன்னதுனால இயேசு ஏற்றுக்கொண்டீர்களா? സ്നാനപ്പെട്ടതുകൊണ്ടോ, மற்றவர்களுக்காக ஞானஸ்நானம் எடுத்தீர்களா? അതൊക്കെ ചെയ്തോ? அதெல்லாம் செய்துக்கோங்க. പക്ഷെ പരിശുദ്ധാത്മാവ് ഉള്ളത്തിൽ വന്നോ? ஆனால் பரிசுத்த ஆவியானவர் உள்ளத்தில் வந்திருக்கிறார். പരിശുദ്ധാത്മാവിന്റെ വ്യാപാരമുണ്ടോ? பரிசுத்த ஆவியானவருடைய கிரியை உங்களில் இருக்கிறதா? പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് വീണ്ടും ജനനം നടക്കുന്നത്. பரிசுத்த ஆவியானவர் உள்ளே வந்தால்தான் மறுபடியும் பிறக்க முடியும். അങ്ങനെയുള്ള ദൈവത്തെ ആത്മാവിൽ ആരാധിക്കും. அப்படிப்பட்டவர்கள் தேவனை ஆவியிலே ஆராதிப்பார்கள். പാപത്തിൽ രസിച്ചുകൊണ്ടിരിക്കില്ല. அவர்கள் பாவத்திலே தொடர்ந்து காணப்பட மாட்டார்கள். அவர்கள் ஜெபத்திலே தரித்திருப்பார்கள். ധ്യാനിക്കും. வசனத்தை தியானிப்பார்கள். കർത്താവിനെ സാക്ഷിക്കും. இயேசுவை சாட்சி சொல்வார்கள். സ്ഥാനവും മാനവും വേണ്ട. அவர்களுக்கு பதவி அந்தஸ்து வேண்டாம். സ്വർഗീയ ദർശനമുള്ളവരായിരിക്കും. அவர்களுக்கு பரலோக தரிசனம் இருக்கு. ആത്മീയ ധൈര്യമുള്ളവരായിരിക്കും. ஆவிக்குரிய பலனுள்ளவர்களாയിരിക്കും. எப்போது? പരിശുദ്ധാത്മാവ് பரிசுத்த ஆவியானவர் வரும்போது. അതിന്റെ ഹൃദയത്തിൽ എപ്പോഴാണ് പരിശുദ്ധാത്മാവ് വരുന്നത്? ஒருவருடைய உள்ளத்திலே எப்போது பரிசுத்த ஆவியானவர் வருகிறார்? എപ്പോഴാണ് ഒരു സാധാരണ മനുഷ്യന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ്? ஒரு மனுஷனுடைய உள்ளத்திலே பரிசுத்த ஆவியானவர் எப்போது வருகிறார்? നമുക്ക് തിരുവനന്തപുരത്തിലേക്ക് നോക്കാം. അവസരത്തെ பார்க்கலாம். ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. ഗലാത്യർ 3:2. ഗലാത്യർ 3:2. അവിടെ എഴുതിയിരിക്കുന്നത്, அங்கே எழுதப்பட்டிருக்கிறது, ഞാൻ ഇതൊക്കെ മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ആഗ്രഹിക്കുന്നു. ஒன்றை மாத்திரம் உலகத்திலே அறிய வரும்போது, നിങ്ങൾക്ക് ആത്മാവിനെ ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാണ്. நீங்கள் ஆவியை பெற்றது நியாயப்பிரமாணத்தின் கிரியைகளினாலேயா விசுவாச கேள்வினாலே? ഇവിടെ 2 ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. 2 கேள்வி கேட்டிருக்கிறார். ഗലാത്യ വിശ്വാസം ചോദിക്കുകയാണ്, ഗലാത്യ സഭയിലുള്ള വിശ്വാസികളെ കേൾക്കുക, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലാണോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടത്? നിങ്ങൾ ആവിയെ പെற்றது நியாயப்பிரமாணத்தின் கிரியைகளினாலேயா அல்லது விசுவாசத்தினாலே? നമുക്കറിയാം, വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലല്ല. വേദത്തെ നല്ല പഠിക്കുന്നവർക്ക് தெரியும் நியாயப்பிரமாணத்தின் கிரியைகளினாலே அல்ல. എന്തുകൊണ്ട്? റോമലേഖനം 8:3. റോമർ 8-ാം അധ്യായം 3-ാം വചനം. റോമർ 8:3. റോമർ 8:3 വാസിക്കണം. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കല്യാണത്തിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ പാപം സ്നേഹിച്ചു, പാപത്തെ ജഡത്തിൽ ശിക്ഷ വിധിച്ചു. மாம்சத்தினாலே பலவீனமாகின்ற நியாயப்பிரமாணம் செய்யக்கூடாதது தேவனை செய்யும்படிக்கு தன்னுடைய குமாரனை பாவ மாம்சத்தின் சாயலாகவும் பாவத்தை போக்கும் பலியாகவும் அனுப்பி மாம்சத்திலே பாவத்தை ஆக்கிக்கூடாது. അപ്പൊ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലല്ല, ന്യായപ്രമാണത്തിൻ ക്രിയകളാലെ അല്ല. പിന്നെ എപ്പോഴാണ്? അപ്പോ എപ്പോഴി? വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടത്. വിശ്വാസത്തിനുடைய അറിയിപ്പை കേട്ടതാണ്. അത് നമുക്ക് ഉറപ്പായിട്ട് നമുക്കൊരു വേദഭാഗം നോക്കാം. இதற்கு ஆதாரமாக இன்னொரு வேத பகுதியை வாசிக்கலாம். അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിലെ 44-ാമത്തെ വാക്യം. അപ്പോസ്തലർ 10:44. അപ്പോസ്തല പ്രവൃത്തി 10:44. അപ്പോസ്തലർ 10:44. പത്രോസ് ഈ വാക്കുകളെ പ്രസ്താവിച്ചപ്പോൾ വചനം കേട്ട എല്ലാവരിലും പരിശുദ്ധാത്മാവ്. പേതുരു വാർത്തകളെ പേശിക്കൊണ്ടിരിക്കുകയും വചനത്തെ കേട്ടവர்கள் யாவர் மேலும் பரிசுத்த ஆவியானவர் இறங்கினார். പത്രോസ് ഈ വാക്കുകളെ പ്രസ്താവിച്ചപ്പോൾ വചനം കേട്ട എല്ലാവരിലും പരിശുദ്ധാത്മാവ്. அப்போஸ்தலன் பேதுரு இந்த வசனங்களை கேட்டு பிரசங்கித்த போது வசனம் கேட்ட யாவர் மேலும் பரிசுத்த ஆவியானவர் இறங்கினார். പത്രോസ് എന്താ പ്രസംഗിച്ചത്? പേതുരു என்ன பிரசங்கித்தார்? അപ്പോസ്തല പ്രവൃത്തി 10:43. അപ്പോസ്തലർ 10:43. അവിടെ എഴുതിയിരിക്കുന്നത്, അവനിൽ വിശ്വസിക്കുന്നവർക്ക് അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അവരെ വിശ്വാസിക്കുന്നവനോ അവൻ അവരുടെ നാമത്തിനാലെ പാപ മன்னிப்பை பெறுவான் என்று சொல்லப்பட்டது. പ്രവാചക വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിച്ചു. இப்படிப்பட்ட தீர்க்கதரிசி வசனங்களை எல்லாம் ஆதாரமாக கொண்டு சிலுவையில் அறையப்பட்ட இயேசுவை அவன் பிரசங்கித்தான். ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നടക്കുന്നത്. சிலுவையில் அறையப்பட்ட இயேசு கிறிஸ்துவை பிரசங்கிக்கும் போது பரிசுத்த ஆவியானவர் வருகிறார். ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ എങ്ങനെയാ പ്രസംഗിക്കണം? சிலுவையில் அறையப்பட்ட இயேசு கிறிஸ்துவை எப்படி பிரசங்கிப்பது? പരിശുദ്ധാത്മാവ് വന്ന് വീണ്ടും ജനിച്ച ദൈവദാസന്മാർ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പ്രസംഗിക്കുന്നു. பரிசுத்த ஆவியினாலே மறுபடியும் பிறந்து தேவனுடைய பிள்ளைகள் பரிசுத்த ஆவியின் நிறைவினால் பிரசங்கிக்கும். അതാണ് 1-5 വായിച്ചാൽ അത് മനസ്സിലാകും. 1-5 വാസിക്കുമ്പോൾ നമുക്ക് പുരിയും. തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായം 1-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. 1 തെസ്സലോനിക്കർ 1:5. ഞങ്ങളുടെ സുവിശേഷം കേവലം വചനമായിട്ട് മാത്രമല്ല,
എങ്ങളുടെ സുവിശേഷം സാധാരണമായ വചനത്തോടെ മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും വല്ലഭയോടും പരിശുദ്ധാവിയോടും ദൃഢനിശ്ചയത്തോടും വന്നത്. ആ വേദഭാഗം ശ്രദ്ധിച്ച് പഠിച്ചാൽ എന്ന വസനത്തെ നിദാനിത്ത് പഠിത്താൽ കഴിയും. സുവിശേഷം രണ്ടു തരത്തിൽ പ്രസംഗിക്കുന്നുണ്ടെന്നാണ്. രണ്ടു വിധത്തിലെ സുവിശേഷത്തെ പ്രസംഗിക്കുക. എന്നാൽ അപ്പോസ്തലന്മാർ പറയാണ്, സുവിശേഷം ഉണ്ടല്ലോ, ഞങ്ങൾ അറിയിക്കുന്ന സുവിശേഷം അത് ശക്തിയോടെ ആയിരുന്നു, അത് വല്ലഭയോടുന്നത്, പരിശുദ്ധാത്മാവോടെ ആയിരുന്നു, പരിശുദ്ധാവിയോടുന്നത്, ബഹുനിശ്ചയത്തോടെ ആയിരുന്നു. നിശ്ചയത്തോടുന്നത്. അല്ലാതെ തന്നെ സുവിശേഷം പ്രസംഗിക്കും. ഇവയെല്ലാവരും സുവിശേഷത്തെ പ്രസംഗിക്കുക. ബുദ്ധി കൊണ്ട് പഠിച്ച, നമ്മുടെ അറിവിനാലെ വേദത്തെ പഠിച്ച് കൊണ്ട് വേണം പ്രസംഗിക്കാം. നമ്മുടെ അറിവെ കൊണ്ട് വസനത്തെ പ്രസംഗിക്കുക. ചില ദൈവദാസന്മാർ രഹസ്യഭാവം ചെയ്ത്, ചില ദേവരുടെ പിള്ളേകൾ രഹസ്യമായ പാവം ചെയ്ത് പരിശുദ്ധാത്മാവ് ദുഃഖിച്ചിരുന്നിട്ടും പ്രസംഗിക്കാം. പരിശുദ്ധാവിയെ ദുഃഖപ്പെടുത്തിക്കൊണ്ട് പ്രസംഗിക്കുക. ആ പ്രസംഗത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നടക്കണമെന്നില്ല. അന്ത പ്രസംഗത്തിലെ പരിശുദ്ധാവിയുടെ ക്രിയ ചെയ്യപ്പെടാതെ അനേക ദൈവദാസന്മാർക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അനേക ദേവരുടെ ദാസർക്ക് അപ്പടി സംഭവിച്ചില്ല. രഹസ്യഭാവമൊക്കെ ചെയ്ത് രഹസ്യമായ പാവങ്ങൾ ചെയ്ത് പരിശുദ്ധാത്മാവ് ദുഃഖിച്ചിരുന്ന പരിശുദ്ധാവിയെ ദുഃഖപ്പെടുത്തി പ്രസംഗിക്കും. അപ്പടി പ്രസംഗം ചെയ്യും. പിന്നെ എപ്പോഴും ജനങ്ങൾ പിടിക്കുമ്പോഴാ ചെയ്തെന്ന് പറയാം. ആ ജനങ്ങൾ പൊരുളെ കണ്ടുപിടിച്ചാൽ ആ ചെയ്തതിന് അപ്പൊ അതിന് മുമ്പുള്ള പ്രസംഗമോ, അതിന് മുമ്പുള്ള പ്രസംഗം പാവം ചെയ്തതിനു ശേഷം, പാവം ചെയ്ത പിറകെ ജനങ്ങൾ പിടിക്കുന്നതിന് മുമ്പ്, ജനങ്ങൾ അവരെ കണ്ടുപിടിക്കുന്നതിന് ദൈവം മുമ്പ്, വെളിപ്പെടുത്തുന്നതിന് മുമ്പ് ദൈവം അത് വെളിപ്പ് കൊണ്ടുവരുന്നത് പ്രസംഗിക്കുക. അവർ നല്ല പ്രസംഗമുണ്ട്. പാവം ചെയ്തപ്പോഴേ പരിശുദ്ധാത്മാവ് ദുഃഖിച്ചു. പാവം ചെയ്തവരുടെ പരിശുദ്ധാവിനെ ദുഃഖപ്പെടുക. പിന്നെ ഓർമ്മയിലങ്ങ് പ്രസംഗിക്കുക. അവരുടെ ஞாபகത്തിൽ പ്രസംഗമുണ്ട്. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുന്നത്, പൗൽ ഇന്ത്യ சொல்லுகிறார், ഞങ്ങളുടെ സുവിശേഷം കേവലം വചനമായിട്ട് മാത്രമല്ല, എങ്ങളുടെ സുവിശേഷം വസനത്തോട് മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബലനിശ്ചയത്തോടും, വല്ലവയോടും പരിശുദ്ധാവിയാനവരോടും ബഹുനിശ്ചയത്തോടും. പരിശുദ്ധാത്മാവിനെ വീണ്ടും ജനിച്ച ദൈവദാസന്മാർ அப்படியெல்லாம் பரிசுத்தாவியினாலே மறுபடியும் பிறந்த தேவனுடைய பிள்ளைகள் ദൈവസന്നിധിയിൽ മുട്ടുകുത്തി, தேவனுடைய சமூகத்திலே முழங்கால் படியிட்டு മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട, அவருடைய மனதை புதுப்பித்து மறுரூபமடைந்து വിശുദ്ധനായ ദൈവത്തോട് നിരപ്രാപിച്ച്, பரிசுத்தமாகிய தேவனோடு கூட அவர் ஐக்கியப்படுத்தி ശക്തിയോടെ പരിശുദ്ധാത്മാവോടെ ബലനിശ്ചയത്തോടെ പോലെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരത്തോടെ പ്രസംഗിക്കും. அவருடைய வல்லமையோடும் வசனத்தோடும் முழு நிச்சயத்தோடும் மட்டுமல்லாமல் பரிசுத்த ஆவியானவருடைய கிரியையோடு பிரசங்கிக்க வேண்டும். ആരൊക്കെ അനുസരണ മനോഭാവത്തോടെ കേൾക്കുന്നുവോ, யாரெல்லாம் இதை கவனித்து கேட்கிறார்களோ അവരുടെ ഹൃദയത്തിലാണ് പരിശുദ്ധാത്മാവ്. அவருடைய உள்ளங்களிலே பரிசுத்த ஆவியானவர் கிரியை செய்யும். അതാണ് അപ്പോസ്തലപ്രവൃത്തി 15:8-9 വാക്യം. அப்போஸ்தலர் நடவடிக்கைகள் 15-ാം അധ്യായം 8-9 அதை குறித்து வாசிக்கிறோம். ഹൃദയങ്ങളെ അറിയുന്ന ദൈവം இருதயங்களை அறிகிற தேவன் നമുക്ക് തന്നതുപോലെ நமக்கு தந்தது போல നമുക്ക് പരിശുദ്ധാത്മാവിനെ കൊടുത്തു. அவர்களுக்கும் பரிசுத்த ஆவியை கொடுத்து സാക്ഷി നിന്ന சாட்சி கொடுத்தார். വിശ്വാസത്താൽ അവരുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ചു. വിശ്വാസത്തിനാലേ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധമാക്കി. പരിശുദ്ധാത്മാവ് വന്ന് പരിശുദ്ധാത്മ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന കുഞ്ഞുങ്ങളാണ് രക്ഷിക്കപ്പെട്ടവർ. எனவே பரிசுத்த ஆவியானவருடைய கிரியையினாலே செயல்படுகிறவர்கள் രക്ഷിക്കപ്പെട്ടവർ. പരിശുദ്ധാത്മ വ്യാപാരത്താൽ വിശ്വസിച്ച സഹോദരന്മാരാണ് രക്ഷിക്കപ്പെട്ടവർ. பரிசுத்த ஆவியானவருடைய கிரியையினாலே விசுவாசிக்கிறவர்கள் രക്ഷിക്കപ്പെട്ടവർ. മാനസാന്തരപ്പെടാതെ, തകർന്നു ഹൃദയമില്ലാതെ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമില്ലാതെ ഏറ്റുപറഞ്ഞെന്ന് പറഞ്ഞാൽ ഒന്നും രക്ഷിക്കപ്പെടാനല്ല. மனஸ்தாபப்படாமல், இருதயம் வெறுமுண்டாமல், கர்த்தரை உண்மையாக விசுவாசித்து அவர்கள் அறிக்கை பண்ணாமல் ஏற்றுக்கொண்டால் உண்மையாக ரட்சிக்கப்படவில்லை. മരിക്കുന്നവനെ അനുസ്മരണം പറഞ്ഞാലും, மறிப்பதற்கு முன்பு தங்களை ஒப்புக் கொடுத்தாலும், എത്ര പ്രസംഗം നടത്തിയാലും, எவ்வளவு கூட்டம் நடத்தினாலும், എന്റെ പരിശുദ്ധാത്മ ഉള്ളത്തിൽ വന്ന് വീണ്ടും ജനിച്ചില്ലെങ്കിൽ അതെല്ലാം നരകത്തിലുള്ളൂ. பரிசுத்தாவியானவர் உள்ளத்திலே வந்து மறுபடியும் பிறக்காவிட்டால் அவர்கள் நரகத்துக்கு தான் போவார்கள். പിന്നെയോ ഓരോരുത്തരും പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ஒவ்வொருவரும் எனவே தங்களை பரிசோதிக்க வேண்டும். ഞാൻ ദിവസവും ഈ കാര്യം ധ്യാനിക്കാം. தினந்தோறும் நான் இந்த விஷயங்களை தியானிப்பது. ഞാൻ വീണ്ടും ജനിച്ച നിമിഷം, நான் மறுபடியும் பிறந்த அந்த நேரம், അത് ധ്യാനിക്കുന്നവർ എനിക്ക് ദൈവശക്തി വർദ്ധിച്ചു വരികയാണ്. அதை தியானிக்க தியானிக்க தேவனுடைய பலன் எனக்கு அதிகமாய் வருகிறது. അങ്ങനെ വീണ്ടും ജനിച്ചത് ദിവസവും ധ്യാനിക്കണം. அப்படி மறுபடியும் பிறந்தவர்கள் ஒவ்வொரு நாளும் இதை தியானிக்க. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത്. கடந்த வகுப்பில் அதை சிந்தித்தோம். സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ ആദ്യം ശ്രമിക്കൂ. உங்களுடைய அழைப்பையும் உங்களுடைய தெரிந்து கொள்ளுதலையும் நீங்கள் கவனிப்பதற்கு ஜாக்கிரதையாக இருங்கள். പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നിട്ടുണ്ട്. பரிசுத்தாவியானவர் உங்கள் மேல் வந்தது. അടുത്തായിട്ട് കർത്താവ് പറയാണ്, ശക്തി ലഭിച്ചിട്ട്. இரண்டாவதாக ஆண்டவர் சொல்லுகிறார், பலன் அடைந்த பிறகு. വീണ്ടും ജനിക്കുന്നതും വീണ്ടും ജനിച്ചവർ പരിശുദ്ധാത്മാവിന്റെ ശക്തി വർദ്ധിക്കുന്നതും തമ്മിൽ വ്യത്യാസം. இந்த மறுபடியும் பிறப்பதும் பரிசுத்தாவின் பலனை பெறுவதும் வித்தியாசம் இருக்குது. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വായിച്ചാൽ, யோவான் சுவிசேஷம் 10-ാം അധ്യായം 10-ാം വചനത്തെ വാസിച്ചാൽ, യോഹന്നാൻ 10:10, യോവാൻ 10:10, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നു. അവർക്ക് ജീവൻ ഉണ്ടായിട്ടും അത് പരിപൂർണപ്പെടവും വന്നേ. കർത്താവായ ജീവൻ ഉണ്ടാകാനും പിന്നെ സമൃദ്ധിയായിട്ടുണ്ടാകും. ജീവൻ ഉണ്ടാകാൻ വേണ്ടും അത് പരിപൂർണമാகவும் ഉണ്ടാകും. അപ്പൊ രക്ഷിക്കപ്പെട്ടവർക്കെല്ലാം ജീവനുണ്ട്.
எனவே ரட்சிக்கப்பட்ட எல்லாருக்கும் ஜீவன் இருக்கு. ജീവന്റെ സമൃദ്ധി അല്പം കൂടെ വ്യത്യാസം. ஆனால் பரிபூர்ணமான ஜீவன் என்பதற்கு வித்தியாசம் இருக்கு. ഹോസ്പിറ്റലിൽ ഐസിയു കിടക്കുന്ന ഒരു വല്യപ്പച്ചന് ജീവനുണ്ട്. ஒரு ஆஸ்பத்திரியில ஐசியூ வார்டில் இருக்கக்கூடிய ஒரு முதியவருக்கு உயிர் இருக்குது. പക്ഷെ ഒന്നും പ്രവർത്തിക്കുന്നില്ല. ஆனால் அவர் ஒன்றும் செய்ய முடியாது. ജീവനുണ്ടോ? உயிர் இருக்கா? വീണ്ടും ജനിച്ചാൽ ജീവനുണ്ട്. மறுபடியும் பிறந்தால் ஜீவன் இருக்குது. പല വിശ്വാസികളും ഐസിയു കിടക്കുന്ന വല്യപ്പച്ചന്മാരെ പോലെ. பல விசுவாசிகள் இன்றைக்கு ஐசியூவில் இருக்கக்கூடிய ஒரு முதியவரை போல இருக்கிறது. വീണ്ടും ജനിച്ചതാ, மறுபடியும் பிறந்தாச்சு, ജീവനുണ്ട്, உயிர் இருக்கு. അടുത്ത് നോക്കിയാൽ ചെറിയ ശ്വാസവും. பக்கத்துல போய் பார்த்தா கொஞ்சம் உயிர் ஓடிப்போகுது. അതുകൊണ്ടാണ് തിരുവഴുത്തിൽ പറയുന്നത്, எனவே வேதத்தில் சொல்லப்பட்டிருக்கிறது, ഉറങ്ങുന്നവനെ தூங்குகிறவனே നീ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്ക, நீ மருத்துவர்கள் எழும்பு, അപ്പോൾ നീ പ്രകാശിക്കപ്പെടും. அப்பொழுது உன்னை கிறிஸ்து பிரகாசிப்பார். ആ വാക്കിനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, அந்த வசனத்தை கவனித்தார். ഉറങ്ങുന്നവനെ தூங்குகிறவனே മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്ക, மருத்துவர்கள் நீ எழும்பு എന്ന് പറഞ്ഞാൽ എന്താ? அதன் அர்த்தம் என்ன? ഒരു 5 പേര് മരിച്ചു കിടക്കുന്ന ഡെഡ് ബോഡി കിടക്കുന്നു. ஒரு 5 பேர் செத்து போய் அந்த டெட் பாடி இருக்கு. അവിടെ 2-3 പേര് കിടന്ന് ഉറങ്ങുന്നു. அதுக்கு மத்தியில ஒரு 3 பேர் தூங்கிட்டாங்க. ദൂരം നോക്കിയാൽ എല്ലാം കൂടെ പോലെ ഇരിക്കും. தூரத்துல பார்த்தா எப்படி தெரியும்? എല്ലാം ഒരുപോലെ കിടക്കും. எல்லாம் ஒரே மாதிரி செத்து. പല വിശ്വാസികൾ അങ്ങനെയാണ്. இன்னைக்கு பல விசுவாசிகள் அப்படித்தான் இருக்காங்க. രക്ഷിക്കപ്പെടാത്തവരെ പോലെ വേഷം, ரட்சிக்கப்படாதவர்களை போல காட்சி, രക്ഷിക്കപ്പെടാത്തവരെ പോലുള്ള ബിസിനസ്, ரட்சிக்கப்படாதவர்களை போல உள்ள பிசினஸ், രക്ഷിക്കപ്പെടാത്തവരെ പോലുള്ള സംഭാഷണം, ரட்சிக்கப்படாதவர்களை போல பேச்சு, എല്ലാം ചത്തു കിടക്കുക. எல்லாம் செத்து கிடக்குற, ആക്രമണങ്ങളും പാവലും മരിച്ചു കിടക്കുന്ന മനുഷ്യർ. அக்கிரமங்களிலும் பாவங்களிலும் மரித்து கிடக்கிற നോക്കുമ്പോൾ தூரத்திலிருந்து பார்த்தால் രക്ഷിക്കപ്പെട്ടതാണോ, ரட்சிக்கப்பட்டவரா, രക്ഷിക്കപ്പെടാത്തതാണോ, ரட்சிக்கப்படாதவரா, പിന്നെ അടുത്തിരുന്ന് നോക്കിയാൽ பக்கத்துல போய் பார்த்தா ചെറിയൊരു ശ്വാസം, கொஞ்சம் சுவாசம், ഇടയ്ക്കൊരു കോപ്പായിരുന്നു. இடையில ஒரு சின்ன பாட்டு, ആഴ്ചയിൽ ഒരിക്കലാണ് നമുക്ക് പാട്ട് പാടാം. பாட்டு ஒரு நாளாவது ஒரு சின்ன பாட்டு, ആ ദിവസവും ഒരു ജീവനില്ല. மீதி 6 நாளும் உயிரே இல்லை. പിന്നെ ലോക മനുഷ്യരെ പോലെ, உலக மனுஷனை போல ബൈബിൾ ക്ലാസ് കേൾക്കുമ്പോൾ കേൾക്കും. அந்த பைபிள் ஸ்டடி நடத்தும்போது நல்லா கவனிப்பார். പിന്നില്ല മരിച്ചവനെ പോലെ, அவருடைய மருத்துவனை போல പിന്നെ ഈ വിഷയമില്ലാതെ ഹൃദയത്തിൽ പിന്നെ അത് വേற ഒന്നും പിന്നെ ക്രിക്കറ്റിന്റെ കാര്യമായി, கிரிக்கெட், സച്ചിന്റെ കാര്യമായി, சச்சினை பற்றி നീ ഉറങ്ങുവാണോ, நீ உறங்குறியா, നീ മരിച്ചവനെ എഴുന്നേൽക്ക, நீ மருத்துவருக்கு எழுந்து നീ പ്രകാശിക്കോ, பிரகாசிப்பு, ശക്തി പ്രാപിക്കോ, பலனை பெற்றுக்கொள், ബലം പ്രാപിക്കോ. பலனை பெற்றுக்கொள். കർത്താവെയാണ് ஆண்டவர் சொல்லுகிறார், അവർക്ക് ജീവൻ ഉണ്ടാകുവാനും அவர்களுக்கு ஜீவன் உண்டாயிருக்கும், സാമർത്ഥ്യമായിട്ടുണ്ടാകുവാനും ஜீவன் உண்டாகும்படி. അതാണ് അപ്പോസ്തലനായ പൗലോസ് ജീവന്റെ സമൃദ്ധി പ്രാപിച്ചത്. எனவே அப்போஸ்தலனாகிய பவுல் பரிபூர்ண ஜீவனை பெற்றார். നമുക്ക് ഒരു വേദഭാഗം നോക്കാം. ஒரு வேத பகுதி வாசிக்கலாம். അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം. அப்போஸ்தலர் 9:22. അപ്പോസ്തല പ്രവൃത്തി 9:22. அப்போஸ்தலர் 9:22. ശൗൽ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു എന്നായിരുന്നു. சவுல் அதிகமாய் திறன் கொண்டார் என்று வாசிக்கிறோம். ശൗൽ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. சவுல் அதிகமாய் பலனை பெற்றார். സഹോദരന്മാരോട് ചോദിക്കട്ടെ, நீங்க இருக்கிற சகோதரர்களை கேட்கிறேன், സഹോദരിമാരോട് ചോദിക്കട്ടെ, சகோதரிகளை கேட்கிறேன், നിങ്ങൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം മേൽക്കുമേൽ ശക്തി പ്രാപിച്ചോ? நீங்கள் ரட்சிக்கப்பட்ட பிறகு அதிகமாய் பலன் பெற்றீர்களா? രക്ഷിക്കപ്പെട്ടുള്ളപ്പോൾ ശക്തി പോലും ഇല്ലാതെ തീർന്നു. அல்லது ரட்சிக்கப்பட்ட சமயத்தில் உள்ள பலன் கூட குறைந்து விட்டதா? ദിവസം കഴിയും തോറും நாட்கள் கழிய ആരൊക്കെ വീണ്ടും ജനിച്ചിട്ടുണ്ടോ, யாரெல்லாம் மறுபடியும் பிறந்திருக்கிறார்களோ ആരംഭത്തിൽ അവർക്ക് വലിയ ഉത്സാഹം, ஆரம்பத்தில் அவர்களுக்கு நல்ல உற்சாகம் தான். ജ്ഞാനപ്പെടാനും സഭയിൽ വരാനും சபைக்கு வருவதற்கும் ഒക്കെ വലിയ സന്തോഷം. எல்லாருக்குமே சந்தோஷம். കുറെ കഴിയുമ്പോ கொஞ்ச நாள் ஆகும்போது അവരെ നോക്കി, அவங்களை பார்த்து ഇവരെ നോക്കി, இந்த பார்த்து ആ വിഷയം പറഞ്ഞ് அதை பேசி അത് മേൽക്കുമേൽ ശക്തി കുറയുവാണോ? சக்தி கொஞ்சம் கொஞ்சம் குறைகிறதா? അപ്പോസ്തലനായ പൗലോസ് അങ്ങനെയല്ല. பவுல் அப்படிப்பட்டவனல்ல. ഓരോ ദിവസം കഴിയുമ്പോൾ ശക്തി പ്രാപിച്ചു, அவன் அதிகமாய் திடலை பெற்றான், മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. அதிகமாய் பலன் பெற்றான். എന്തുകൊണ്ടാണ് ശൗൽ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചത്? இந்த சவுல் எதற்காக அதிகம் சக்தி பெற்றான்? ശൗൽ അതിനു വേണ്ടി ആഗ്രഹിച്ചു. அவன் அதை விரும்பினான். ആഗ്രഹിച്ചോ? அவன் விரும்பினானா? ഫിലിപ്പ് ലേഖനം 3:10 നോക്കുക. பிலிப்பியர் 3:10 வாசி. ഫിലിപ്പ് ലേഖനം 3:10. பிலிப்பியர் 3:10. അവിടെ പൗലോസിന്റെ വലിയ ആഗ്രഹം പറയുന്നുണ്ട്. பவுலுடைய ஒரு பெரிய வாஞ்சையை குறித்து வாசிக்கிறோம். പൗലോസിന് യേശുക്രിസ്തുവിനെ അറിയണം, அவன் இயேசு கிறிஸ்துவை அறிய வேண்டும், പിന്നെ അവന്റെ പുനരുത്ഥാനത്തോട് ഏകീഭവിക്കണം, அவருடைய உயிர்த்தெழுதலை அறிந்து கொள்ள வேண்டும், കർത്താവിന്റെ കഷ്ടാനുഭവത്തിന്റെ കൂട്ടായ്മ അറിയണം, அவருடைய பாடுகளின் ஐக்கியத்தை பெற வேண்டும். പൗലോസിന്റെ ഏറ്റവും വലിയ ആഗ്രഹം பவுலுடைய மிகப்பெரிய வாஞ்சை യേശുക്രിസ്തുവിനെ ഇനി അറിയണം. இயேசுவை அறிய வேண்டும். ഈ ഫിലിപ്പ് ലേഖനം എഴുതിയപ്പോ പൗലോസ് വൃദ്ധനായി. இந்த பிலிப்பியர் நிறுவனத்தில் எழுதும்போது அவன் வேதனைப்பட்டான். ഇത്രയും കാലം പഠിച്ചിട്ടും പിന്നെയും കർത്താവിനെ അറിയണം. இத்தனை வயசாகி இவ்வளவு நாள் கடந்த பிறகும் நான் கர்த்தரை அறிய வேண்டும் என்று சொன்னான். ലേഖനമൊക്കെ എഴുതാൻ ദൈവം ഉപയോഗിച്ച പൗലോസ് இத்தனை நிருபங்களை எழுதும்படி தேவன் பயன்படுத்தின பவுல், എനിക്ക് ഇനിയും കർത്താവിനെ അറിയണം, நான் இனியும் ஆண்டவரை அறிய வேண்டும், എനിക്ക് ഇനിയും കർത്താവിനെ അറിയണം, இனியும் ஆண்டவரை அறிய ഇനി வேண்டும், എനിക്ക് ബൈബിൾ പഠിക്കണം, இனி நான் வேதத்தை படிക്കണം, എനിക്ക് ഇനി പ്രാർത്ഥിക്കണം, இனி ஜெபிക്കണം, എനിക്ക് വചനം ധ്യാനിക്കണം, வசனத்தை தியானிക്കണം, എനിക്ക് ഇനി അവനെ അറിയണം. இனியும் ஆண்டவரை அறிய வேண்டும். മാത്രമല്ല അവന്റെ പുനരുത്ഥാനത്തെ
ശക്തി എനിക്കറിയാം. அவருடைய உயிர்த்தெழுதல் வல்லமை அறிய வேண்டும். നിങ്ങളായിട്ട് പ്രാർത്ഥിക്കാറുണ്ടോ? நீங்கள் எப்படி ஜெபிக்கிறீர்களா? യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി എനിക്ക് വ്യാപിക്കണം. இயேசு கிறிஸ்துவினுடைய உயிர்த்தெழுதலின் வல்லமையை எனக்குள் கிரியை செய்ய வேண்டும். വേദപുസ്തകത്തിലെ സത്യമാണ്. இது வேத புஸ்தகத்தில் சொல்லப்பட்ட உண்மை. ആരെന്ത് പറഞ്ഞു പറഞ്ഞില്ലെന്നുള്ളതല്ല. யார் என்ன சொன்னாங்க சொல்லலங்கிறதல்ல. ബൈബിൾ ക്ലാസ് എന്ന് പറഞ്ഞാൽ വചനം എന്ത് പറയുന്നു. இந்த வேத பாட வகுப்பு என்று சொல்லுவாங்க. வேதம் என்று சொல்லுது. ദൈവശാസ്ത്രമായ വചനം എന്ത് പറയുന്നു. தேவனை பற்றி சொல்லக்கூடிய வசனம் என்று சொல்லுது. എനിക്ക് ഇനി പുനരുദ്ധാന ശക്തി വ്യാപരിക്കണം. அந்த உயிர்த்தெழுதல் வல்லமை எனக்கு வேண்டும். നമുക്ക് എല്ലാവർക്കും വചനങ്ങൾ അറിയാം. நமக்கு வசனங்கள்லாம் தெரியும். പക്ഷെ പ്രവർത്തിക്കാനുള്ള ശക്തിയുണ്ടോ? ஆனா அதை நாம் செயல்படுத்துவதற்கான பலன் இருக்கிறதா? നമുക്കറിയാം ബ്രദർ സഭയിലെ വിശ്വാസികൾക്ക് വചനം അറിയാം. நமக்கு தெரியும் பிரதர் சபையில விசுவாசிகளுக்கெல்லாம் வசனம் நல்லா தெரியும். അതുകൊണ്ടാണ് ഞാൻ ഈ സഭയിലേക്ക് വന്നത്. அதனால்தான் நான் இந்த பிரதர் சபைக்குள் ഞാൻ வந்தேன். വേറൊരു സഭയിലായിരുന്നു. நான் வேற சபையில இருந்தேன். ശരിയായിട്ട് പഠിപ്പിക്കുന്ന സഭയാണ് ബ്രദർ സഭ. பிரதர் சபையில வேதத்தை சரியாக போதிக்கிறார்கள். ഇതിലെ പഠനം ശരിയായ പഠനമാണ്. இங்கே இருக்கக்கூடிய நிலைமை நல்ல நிலைமை தான். പക്ഷെ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ஆனால் வெளிப்படுத்துகிற விசேஷத்தில் எழுதப்பட்டிருக்கிறது. അല്പമേ ശക്തി ഉള്ളതിൽ എന്റെ വചനം കാത്തു. நீ உனக்கு கொஞ்சம் பலன் இருந்தும் என்னுடைய வசனத்தை நீ കാത്തുകൊണ്ടായി. അല്പമേ ശക്തിയുള്ളൂ. உனக்கு கொஞ்சம் பலன் இருந்தும். കർത്താവ് ആഗ്രഹിക്കുന്ന അല്പശക്തിയല്ല. ஆண்டவர் விரும்புகிறது நமக்கு கொஞ்சம் பலன் அல்ல. മേൽക്കുമേൽ ശക്തി പ്രാപിക്കും. அதிகம் அதிகமாய் பலனை பெற்றுக்கொள்ள ദൈവസന്നിധിയിൽ ഇരിക്കുക. தேவனுடைய சமூகத்தில் அமர்ந்து യെശയ്യാപ്രവചനം 40-ാം അധ്യായത്തിന്റെ 29 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ ஏசாயா 40-ஆம் அதிகாரம் 29-ஆம் வசனத்திலிருந்து வாசிக்கும்போது தெரியும். യെശയ്യാവ് 40:29. ஏசாயா 40:29. അവൻ ബലമില്ലാത്തവർക്ക് ബലം നൽകും. பலமில்லாதவர்களுக்கு பலனை கொடுக்கிறார். ശക്തിയില്ലാത്തവർക്ക് ശക്തി നൽകും. சத்துவமில்லாதவர்களுக்கு சத்துவத்தை பெருகப்படுகிறார். ബാല്യക്കാർ എവിടെ പോകും. வாலிபர்கள் இடறி போவார்கள். യൗവനക്കാരെ ക്ഷീണിച്ചു പോകും. இளைஞர்கள் சொர்ந்து போவார்கள். യഹോവയെ കാത്തിരിക്കുന്നവരോ கர்த்தருக்கு காத்திருக்கிறவர்களோ അവർ ശക്തിയെ പുതുക്കും. அவர்கள் புது பலனை കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. கழுகுகளைப் போல சட்டைகளுக்கு எழுந்தார்கள். പോകാതെ ഓടും. அவர்கள் சிலைப்படையாமல் ஓடுவார்கள். ക്ഷീണിച്ചു പോകാതെ നടക്കും. சோர்ந்து போகாமல் நடப்பார்கள். കർത്താവിനെ നോക്കുവോ. ஆண்டவரை நோக்கி பார்க்க ദൈവത്തിൽ കൂടി കർത്താവിനെ നോക്കുവോ. கர்த்தருடைய வசனத்தின் மூலமாக கர்த்தரை நோக்கி பார்க்க അതിന് സമയം മാറ്റി വെക്കുമോ. அதற்கு கர்த்தருக்கு நேரத்தை ஒதுக்கீர்களா? വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവോ. உங்களுடைய மீண்டும் மறுபடியும் பிறந்ததை உறுதிப்படுத்தீர்களா? വീണ്ടും ജനിച്ച നിമിഷം ഓർക്കുവോ. நீங்கள் மறுபடியும் பிறந்த நேரத்தை சிந்திப்பீர்களா? പരിശുദ്ധാത്മ ഉള്ളത്തിൽ വന്ന നിമിഷം ഓർക്കുവോ. பரிசுத்த ஆவியானவர் உள்ளத்தில் வந்த அந்த நிமிஷத்தை நினைப்பீர்களா? പാപത്തെ കുറിച്ച് നീതിയെ കുറിച്ച് ന്യായത്തെ കുറിച്ച് ബോധം വരുത്തിയ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ച നിമിഷ സഹോദരിമാര് ഓർക്കുവോ. பாவத்தை குறித்தும் நீதியை குறித்தும் நியாயத்தை குறித்தும் நமக்கு உணர்த்தின அந்த பரிசுத்த ஆவியானவர் உணர்த்தின நேரத்தை சிந்திப்பீர்களா? അടിസ്ഥാനത്തിലൂടെ കർത്താവിനെ നോക്കും. அந்த அடிப்படையிலே கர்த்தரை நோக்கி பார்க்க ശക്തി പ്രാപിക്കും. பலன் கிடைக்கும். പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ பரிசுத்த ஆவியானவர் உங்கள் மேல் வரும்போது നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് நீங்கள் பலன் பெற்றுக்கொண்டு കർത്താവിനെ സാക്ഷിക്കണം. கர்த்தருக்கு சாட்சி சொல்ல നീ എന്താ സാക്ഷിക്കേണ്ടത്. என்ன சாட்சி சொல்ல வேண்டும்? മൂപ്പന്മാരും സുവിശേഷന്മാരും വിശ്വാസികളും എല്ലാവരും എന്താ സാക്ഷിക്കേണ്ടത്. மூப்பர்களும் சுவிசேஷர்களும் விசுவாசிகளும் என்ன சாட்சி சொல்ல வேண்டும்? എല്ലാവർക്കും ഉത്തരവാദിത്വം. எல்லாருக்கும் பொறுப்பு. എന്താ സാക്ഷിക്കേണ്ടത്. என்ன சாட்சி சொல்ல வேண்டும்? തിരുവഴുത്തിലേക്ക് നോക്കാം. அவசரத்தை பார்க்கலாம். യോഹന്നാന്റെ സുവിശേഷം யோவான் சுவிசேஷம் 15-ാം അധ്യായത്തിൽ 15-ஆம் அதிகாரம் 26-27 വാക്യങ്ങൾ. 26-27 வசனம். യോഹന്നാൻ 15-26-27 വാക്യം. யோவான் 15-26-27. നിങ്ങൾ ആദ്യം മുതൽ എന്നോടുകൂടെ ഇരുന്നത് കൊണ്ട് നിങ്ങൾ എന്റെ സാക്ഷിക്കുക. 27-ஆம் வசனம். நீங்கள் ஆதி முதல் என்னுடைய கூட இருந்தபடியால் எனக்கு சாட்சிகளாய் இருக்கிறேன். ആദ്യം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ കൂടെ ഇരുന്ന സമയം മുതൽ കർത്താവ് നമ്മൾ പ്രവർത്തിച്ച കാര്യങ്ങളെല്ലാം സാക്ഷിക്കും. கர்த்தர் நம்முடன் வந்த நாள் முதல் என்னென்ன காரியங்களை கர்த்தர் நமக்கு செய்தாரோ அதை சாட்சி சொல்ல வேண்டும். നമ്മൾ ശുശ്രൂഷകൾ നമ്മുടെ സാക്ഷ്യമുണ്ടായി. நாம் ஊழியம் செய்யும் பொழுது நமக்கு ஒரு சாட்சி இருக்க வேண்டும். ക്രിസ്ത്യ ജീവിതത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് கிறிஸ்தவ ஜீவியத்தினுடைய விசேஷித்த தன்மை പ്രസംഗിക്കുന്ന ആളിൽ നടന്ന കാര്യമായിരിക്കും. ஒரு பிரசங்கிக்கிறவர் தன்னுடைய வாழ்க்கையில் நடந்தவைகளே அவர் பேச வேண்டும். മറ്റു വേറെ ഏതൊരു ജോലിയാണെങ്കിലും வேற எந்த வேலையிலும் ആ ജോലി ഭംഗിയായിട്ട് ചെയ്താൽ அந்த வேலையை நல்லா செய்தால் போதும். ചെയ്യുന്ന ആളുടെ വ്യക്തിത്വത്തിന് യാതൊരു പ്രാധാന്യം. அந்த செய்கிற ஆளுடைய வாழ்க்கையில் உள்ள காரியங்களுக்கும் அதற்கும் சம்பந்தம் இல்லை. ഒരു ഡോക്ടർ നല്ലതായിട്ട് രോഗത്തിന് ചികിത്സിച്ചാൽ മതി. ஒரு டாக்டர் என்று சொன்னால் அவர் வியாதிக்கு நல்ல சிகிச்சை ആ கொடுத்தால் ഡോക്ടർ രാത്രി എന്തെങ്കിലും തെറ്റ് ചെയ്യണമെന്നോ ആൾക്കാർ നോക്കത്തില്ല. அவர் ராத்திரியில் எதுவும் தப்பு செய்வாரா என்பதை யாரும் கவனிப்பதில்லை. അത് രോഗികൾക്ക് പ്രശ്നമല്ല. வியாதிகளுக்கும் அதுக்கு பிரச்சனை. ഡോക്ടർ തരുന്ന മരുന്ന് ശരിയാണെങ്കിൽ ഡോക്ടർ എടുത്ത് പോകും. டாக்டர் நல்ல மருந்து கொடுப்பாரு, அந்த டாக்டர் நாங்க போவோம். നല്ലപോലെ പാട്ട് പാടുന്ന ഒരാളാന്നിരിക്കട്ടെ, நல்ல பாட்டு பாடுகிற ஒரு ஆளுக்கு வைத்துக் ആ கொள்ளுங்க. പാട്ട് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമാണ്. அந்த பாட்டை கேட்பதற்கு எல்லாருக்கும் விருப்பம். അവരെങ്ങനെ
ജീവിച്ചു ആരും നോക്കുന്നില്ല. അവർ എപ്പടി വാഴുகிறவர் என்பது யாரும் பார்ப்பதில்லை. അതുപോലെ പലപോലെ ലോകത്തിൽ പ്രസംഗിക്കുന്ന സാഹിത്യ പ്രഭാഷകന്മാരുണ്ട്. ഉലകത്തിലെ അറിവിനാലെ പ്രസംഗിക്കக்கூடிய നല്ല ആളുകളുണ്ട്. അവരുടെ പ്രസംഗം ശരിയാണെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടമാണ്. അവരുടെ പ്രസംഗങ്ങൾ നന്നായിരിക്കുന്ന ആളുകൾക്ക് പിടിക്കും. അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് നോക്കുന്നില്ല. അവരുടെ ജീവിതങ്ങൾ എപ്പടി ഇരിക്കുന്നത് യാരും பார்ப்பதில்லை. ക്രിസ്ത്യൻ ജീവിതം അങ്ങനെയാണ്. ക്രിസ്തവ ജീവിതം അപ്പടിപ്പെട്ടതല്ല. പ്രസംഗം നന്നായാൽ മാത്രം പോരാ. പ്രസംഗം നന്നായിരുന്നാൽ മറ്റും പോരാതെ പ്രസംഗിക്കുന്ന ആള് ശരിയാണ്. പ്രസംഗിക്കുന്ന ആൾ നന്നാകും. അല്ലാത്ത ഒരാളിനെ കർത്താവിന് വേണ്ട. അപ്പടി ഇല്ലാത്ത ഒരുവരെ കർത്താവിന് വേണ്ട. അപ്പൊ ഞാൻ ബൈബിൾ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ വേദ പാഠത്തെ ഞാൻ കർത്താവുമായിട്ട് ബന്ധപ്പെട്ട നാൾ മുതലുള്ളത് സാക്ഷിക്കണം. ഞാൻ ആണ്ടവരോട് സംബന്ധപ്പെട്ട നാൾ മുതൽ ഉള്ളവരെ സാക്ഷ്യം ഇരിക്കുന്ന ഓരോരുത്തരും ഇങ്ങേക്കൂടിയ ഓരോരുവരും സഹോദരികളും ആത്മീയ ശുശ്രൂഷ ചെയ്യുമ്പോൾ ആവിക്കുரிய ഊഴിയങ്ങളെ ചെയ്യുമ്പോൾ കർത്താവുമായിട്ട് നിങ്ങൾക്കുള്ള ബന്ധമാ ശുശ്രൂഷയിലെല്ലാം ഉണ്ടായി. കർത്തരോട് உங்களுக்கு இருக்கக்கூடிய அந்த உறவை பற்றி அந்த ஊழியத்திலே செயல்படுத்த வேண்டும். കണ്ടതും തൊട്ടതും നോക്കിയതും நாங்கள் கண்ணார கண்டதும் தொட்டதும் பார்த்ததுமாகிய அந்த ചുമ്മാ ഇത് പഠിച്ചിട്ടെന്ന് പറയല്ല. ചുമ്മാ ഇത് പഠിച്ചിട്ട് പ്രസംഗം പண்றது. ഈ വചനം എന്നെ സംഭവിച്ചു. என்னுடைய வாழ்க்கையில என்ன சம்பவித்தது? ഞാൻ വീണ്ടും ജനിച്ച കാര്യം ഞാൻ സാക്ഷിക്കണം. நான் மறுபடியும் பிறந்ததை குறித்து என்னுடைய பிரசங்கத்திலே சாட்சி சொல்ல வேண்டும். ഒരു ദൈവദാസൻ വചനം പ്രസംഗിച്ചപ്പോ ஒரு தேவதாசன் வசனத்தை பேசின போது ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. என்னுடைய உள்ளத்திலே பரிசுத்தாவியானவர் கிரியை செய்தார். പാപത്തെ കുറിച്ചുള്ള ബോധം വന്നിട്ട് ഹൃദയം തകർന്നു. பாவத்தை குறித்த உணர்வு வந்து என்னுடைய இருதயம் உடைந்தது. കർത്താവ് ഇന്നു മുതൽ അടുത്ത വചനം ഞാൻ അനുസരിക്കാം. ஆண்டவரே இன்று முதல் உடைய வசனத்தை கடைபிடிப்பேன் என்று சொன்னேன். അവിടുന്ന് മാത്രം എന്റെ കർത്താവ്. അന്ന് മുതൽ என்னுடைய தேவன். അന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ വ്യാപാരത്താൽ ഞാൻ വീണ്ടും ജനിച്ചു. அன்றைக்கு ராத்திரி பரிசுத்தாவியானவருடைய கிரியினால் நான் അനുഭവിച്ചത്. என்னுடைய வாழ்க்கையில நான் அனுபவித்தது. കർത്താവ് എന്നെ വേലയ്ക്ക് വിളിച്ചത്. ஆண்டவர் என்னை வேலைக்கு அழைத்தது. പോപ്പുലർ ഓട്ടോമൊബൈൽസ് ജോലി ചെയ്യുമ്പോൾ பாப்புலர் ஆட்டோமொபைல்ஸை நான் வேலை செய்து கொண்டு രാത്രി ഞാൻ വീട്ടിൽ നിന്ന് ബൈബിൾ പഠിക്കുക. ஒரு ராத்திரியிலே நான் வீட்டுக்கு போய் வேதத்தை படித்தேன். രാത്രി ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ എന്നിൽ വ്യാപരിച്ചു. அந்த பரிசுத்தாவியானவர் ராத்திரியிலே வல்லமையோடு என்னிடத்தில் கிரியை செய்தார். കർത്താവിന്റെ വേലയ്ക്കായിട്ട് വേർതിരിക്കണമെന്ന് நீ கர்த்தருடைய வேலைக்கு என்று பிரிந்து வர வேண்டும். ഞാൻ പറഞ്ഞ കർത്താവ് എനിക്ക് വചനമൊന്നും കൂടുതൽ അറിയത്തില്ല. ஆண்டவரே எனக்கு வசனம் அதிகம் தெரியாது. ഞാൻ ബൈബിൾ സ്കൂളിലൊന്നും പോയിട്ടില്ല. பைபிள் ஸ்கூல் போனதில்லை. എനിക്കൊന്നും അറിയില്ല. எனக்கு தெரியாது. ഞാൻ എങ്ങനെയാണ് സുവിശേഷം ചെയ്യുന്നത്? நான் எப்படி சுவிசேஷ ஊழியம் செய்வது? അപ്പോൾ ദൈവത്തിന്റെ വചനം എന്റെ മുമ്പിൽ വന്നു. அப்பொழுது கர்த்தருடைய வசனம் எனக்கு முன்பாக வந்தது. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുന്നു. நீ விசுவாசித்தால் தேவனுடைய மகிமையை காண்பாய். ഞാൻ തീരുമാനിച്ച നാളെ മുതൽ ജോലിക്ക് പോകുന്നില്ല. அப்பொழுது நான் தீர்மானித்தேன் நாளை முதல் வேலைக்கு போக மாட்டேன். ഭാര്യയുടെ ഉറങ്ങുകയാണ്. என்னுடைய மனைவி தூங்கி கொண்டிருக்கிறார். ഭാര്യയോട് ചോദിച്ചിട്ട് നാളെ ജോലി റിസൈൻ ചെയ്യാൻ மனைவி கேட்டு வேலையை ரிசைன் பண்ணலாம். അപ്പോൾ വേദഭാഗം ഇങ്ങനെ വന്നു. அப்பொழுது ஒரு வேத வசனம் எனக்கு முன்னால் வந்தது. ഞാൻ ജഡരക്തങ്ങളോട് ആലോചന യോജിച്ചിട്ടില്ല. மாம்சத்தோடும் ரத்தத்தோடும் நான் ஆலோசனை செய்வதில்லை. അവിടെ മുട്ടുകുത്തി அங்கே വേലയ്ക്കായിട്ട് സമർപ്പിച്ചു. வேலைக்கு கர்த்தருடைய ஊழியத்துக்கு വേലയ്ക്ക് വിളിച്ചപ്പോൾ கர்த்தருடைய வேலைக்கு அழைத்த போது പരിശുദ്ധാത്മാവിന്റെ വ്യാപാരത്താലായി பரிசுத்த ஆவியானவருடைய கிரியினால் என்னை அழைத்தார். ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. நான் இங்கே உட்கார்ந்து ஜெபித்துக் കർത്താവേ, ബൈബിൾ ക്ലാസ് എടുക്കുമ്പോൾ ஆண்டவரே வேத பாடம் எடுக்கும்போது എന്നെ വേലയ്ക്ക് വിളിച്ചപ്പോൾ എങ്ങനെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചോ என்னை உங்களுடைய ஊழியத்துக்கு அழைத்த போது பரிசுத்த ஆவியானவர் எனக்குள் எப்படி கிரியை செய்தீர் അതേ വ്യാപാരത്താൽ ശുശ്രൂഷിപ്പാൻ എന്നെ സഹായിക്കും. அந்த கிரியையால் நான் இந்த ஊழியத்தை செய்ய எனக்கு உதவி செய்யும். കാരണം കർത്താവിനോട് പറഞ്ഞതാ, ஆண்டவர் என்னிடத்திலே சொன்னார், വിശ്വസിക്കാൻ ദൈവത്തിന്റെ മഹത്വം കാണും. நீ விசுவாசித்தால் தேவனுடைய மகிமையை காண்பாய். അതാണ് എന്റെ യഥാർത്ഥ ലെറ്റർ, ഫോറിൻ ലെറ്റർ. எனக்கு கர்த்தர் அழைத்த அழைப்பு கடிதம் அதுதான். അന്ന് മുതൽ എവിടെയൊക്കെ സാക്ഷിച്ചിട്ടുണ്ടോ, அன்று முதல் எங்கெல்லாம் கர்த்தரை பற்றி சாட்சி சொல்லுகிறேன், കേൾവിക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നടക്കുന്നു. அந்த வசனத்தை கேட்டவர்களெல்லாம் இடத்திலே சொல்லி இருக்கிறார்கள், எங்களுடைய உள்ளத்திலே பரிசுத்தாவினுடைய கிரியை காணப்படும். നമ്മൾ എന്താ സാക്ഷിക്കേണ്ടത്? நாம் என்ன சாட்சி சொல்ல வேண்டும்? കർത്താവിൽ നിന്നും പ്രാപിച്ചതോ, கர்த்தரிடத்திலிருந்து நாம் பெற்றுக்கொண்டது. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നുണ്ട്, யோவான் அப்போஸ்தலன் சொல்லுகிறார், യോഹന്നാന്റെ ഒന്നാമത്തെ ലേഖനം 1 யோவான் 1-ാം അധ്യായം 1-2-3 വാക്യങ്ങൾ വായിച്ചാൽ അറിയാം. 1-ാം அதிகாரம் 1 മുതൽ 3 വചനങ്ങൾ വാസിച്ചാൽ தெரியும். സഹോദരന്മാരെ, ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതും സഹോദരരെ നാം കണ്ണുകളിനാലെ കണ്ടതും ഞങ്ങളുടെ കൈകൊണ്ട് തൊട്ടതും ഞങ്ങൾ കൈകളാൽ തൊട്ടതും ഞങ്ങൾ നോക്കിയതുമായ ജീവന്റെ വചനം. நாங்கள் நோக்கி பார்த்த ஜீவ வார்த்தை. അപ്പൊ ആത്മീയ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ ஆவிக்குரிய ஊழியங்களை செய்ய வேண்டும். കർത്താവിനെ ആത്മീയമായിട്ട് ദർശിക്കണം. ஆண்டவரை ஆவிக்குரிய நிலையிலே தரிசிக்க வேண்டும். കർത്താവിന്റെ സ്നേഹം ആസ്വദിക്കണം. கர்த்தருடைய அன்பை பெற்றுக்கொள்ள வேண்டும். കർത്താവുമായിട്ടൊരു ബന്ധം ഉണ്ടായിരിക്കണം. கர்த்தரோடு ஒரு உறவு இருக்க வேண்டும். അതാണ്
സാക്ഷിക്കാണ് அதற்குத்தான் சாட்சி சொல்ல வேண்டும். എന്തെങ്കിലും പഠിച്ചു പറയാൻ കർത്താവ് പറഞ്ഞിട്ടില്ല. எதையும் படித்து பேச சொல்லி கர்த்தர் சொல்லவில்லை. പഠിച്ചോ, പഠിத்துകൊള്ളുക. പക്ഷേ നീ എന്റെ സാക്ഷിയാണ്. ஆனால் நீ எனக்கு சாட்சியாக കോടതിയിലൊക്കെ സാക്ഷ്യം പറയുന്നു. கோர்ட்ல சாட்சி சொல்லும்போது രണ്ടു തരത്തിലുള്ള സാക്ഷ്യമുണ്ട്. ரெண்டு பேருக்கு சாட்சி இருக்கும். ഒന്ന് സത്യമായിട്ടുള്ള സാക്ഷ്യം, ஒன்று உண்மையான சாட்சி, രണ്ട് കള്ള സാക്ഷി. இன்னொன்று பொய் சாட்சி. കാണാത്തത് കണ്ടെന്ന് വക്കീൽ പഠിപ്പിക്കും. பார்க்காததான் பார்த்தேன்னு சொல்ல சொல்லி வக்கீல் சொல்லுவார். കാണാത്തതെല്ലാം വക്കീൽ പഠിപ്പിക്കും. பார்க்காததான் வக்கீல் சொல்லி தருவார். കണ്ടെന്ന് പറഞ്ഞ് സാക്ഷ്യം പറയാൻ நீ പറയും. பார்த்தேன்னு சொல்லு சாட்சி சொல்ல சொல்லுவார். അങ്ങനത്തെ സാക്ഷിയല്ല. அப்படிப்பட்ட சாட்சி அல்ல. നീ കണ്ടതോ, நீ கண்டதே, നീ തൊട്ടതോ, നീ അനുഭവിച്ചതോ, അനുഭവിച്ചത്, സഹോദരന്റെ കഷ്ടതയിൽ കർത്താവ് നിന്നെ സഹായിച്ചതോ, கர்த்தர் உனக்கு உன்னுடைய கஷ்டங்களில் உதவி செய்தது, സഹോദരൻ നീ വീട്ടിൽ നിന്നപ്പോൾ പരിശുദ്ധാത്മാവ് വന്നതോ, சகோதரனை நீ மறுபடியும் பிறந்தபோது பரிசுத்த ஆவியானவரை நீ பெற்றுக்கொண்டாரோ, നീ കണ്ടതും തൊട്ടതും ഒക്കെ സാക്ഷി. நீ கண்டதும் தொட்டதையும் சாட்சி சொல்ல வேண்டும். ഈ സുവിശേഷം இந்த சுவிசேஷம் ഹൃദയത്തിൽ പ്രവർത്തിച്ചവർ വേണം സാക്ഷി. இதயத்திலே கிரியை செய்தவர்கள் தான் சாட்சி சொல்ல வேண்டும். അതിനാൽ ബുദ്ധിമുട്ട് പഠിച്ച് കോളേജിൽ ലെക്ചർമാർ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കാൻ, இல்லாவிட்டால் கல்லூரி பேராசிரியர்கள் படித்து அறிவிலே பேசுவது போல பிரசங்கம். പരിക്ലാസ് വന്ന കോളേജിൽ ലെക്ചറാണ്. കോളേജിൽ ലെക്ചർമാർ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കുന്ന കാര്യമല്ല പറയുന്നത്. காலேஜில் லெக்சரர்ஸ் படிப்பது போல படிப்பதல்ல. അതവർ ആ പാഠവിഷയം പഠിച്ചിട്ട് അവരെ പഠിപ്പിച്ചാൽ മതി. அவர்கள் புத்தகத்தை படித்து அதை மனப்பாடம் செய்து சொன்னால் போதும். അവരുടെ വിഷയം ആഴത്തുമായിട്ട് ബന്ധമൊന്നും വേണമെന്നില്ല. அவர்களுக்கும் அந்த அவருடைய வாழ்க்கைக்கும் சம்பந்தம் இருக்க வேண்டிய அவசியம் இல்லை. ഈ സൃഷ്ടി ദൈവദാസൻ ചെയ്യുന്നത്, ஆனால் இந்த ஊழியத்தை செய்யும் போது അദ്ദേഹം അത് അനുഭവിക്കുന്നതാണ്. நாம் அனுபவிக்கிறதை നമ്മൾ செய்வோம். അനുഭവിക്കുന്നതാണ്. நாம் அனுபவிப்பதை செய்வோம். നിങ്ങളുടെ സാക്ഷികളാകും. நீங்கள் என்னுடைய சாட்சிகளாய் കണ്ടതോ തൊട്ടതൊക്കെ സാക്ഷി. நீங்கள் கண்டதையும் தொட்டதையும் சாட்சி சொல்லுங்கள். അതുകൊണ്ടാണ് കർത്താവിന്റെ അടുത്ത് കർത്താവിന്റെ നന്മ അനുഭവിച്ച ഒരു ദൈവവൈദ്യന്, எனவே கர்த்தருடைய நன்மைகளை ஆசீர்வாதங்களை பெற்றுக்கொண்ட ஒரு தேவனுடைய பிள்ளை, കർത്താവ് ഞാൻ നിന്റെ കൂടെ വരില്ലാണ്. ஆண்டவரே நான் உங்களோடு கூட வருகிறேன்னு சொன்னார். കർത്താവ് പറയാണ്, கர்த்தர் சொன்னார், ഞാൻ നിനക്ക് ചെയ്തൊക്കെ നീ വീട്ടിൽ പോയി അറിയില്ല. நான் உனக்கு செய்ததெல்லாம் உங்க வீட்டுல போய் சொல்லு. നമുക്ക് ആ വേദഭാവം നോക്കാം. அந்த வேத பகுதியை வாசிக்கலாம். മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ மார்க்கு சுவிசேஷம் 5-ாம் அதிகாரம் 18-19 വാക്യങ്ങൾ. 18-19 വചനങ്ങൾ. മർക്കോസ് 5:18-19 വാക്യം. മാർക്ക് 5:18-19. അവൻ പടകിൽ ഏറുമ്പോൾ ഭൂതഗ്രസ്തനായ മനുഷ്യൻ ആയിരുന്നു താനും കൂടെ പോരട്ടെ എന്ന് അപേക്ഷിച്ചു. കർത്താവ് അനുവദിക്കാതെ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തൊക്കെ നിന്നോട് കരുണ കാണിച്ചു പ്രസ്താവിക്കാമെന്ന്. அவர் படகில் ஏறுகிற போது விசுவாசப்படுத்திருந்தவன் அவருடைய கூட இருக்கும்படி தனக்கு உத்தரவு கொடுக்க அவரை வேண்டிக் கொண்டான். இயேசு அவனுக்கு உத்தரவு கொடாமல், நீ உன் இனத்தாரிடத்தில் உன் வீட்டுக்கு போய் கர்த்தர் உனக்கு இறங்கி உனக்கு செய்தவர்களை எல்லாம் அவர்களுக்கு அறிவி என்று சொன்னார். അപ്പൊ ഭൂതഗ്രസ്തനായ മനുഷ്യനെ കർത്താവ് സൗഖ്യം കൊടുത്തു. இந்த விசுவாசப்படுத்திருந்த மனுஷனுக்கு ஆண்டவர் சுகம் கொடுத்தார். അപ്പൊ അവന് വലിയ സന്തോഷം കർത്താവിന്റെ കൂടെ പോകാൻ. அவனுக்கு ஆண்டவரோடு கூடவே போவதற்கு ரொம்ப சந்தோஷம். കർത്താവ് പറയാ, ஆண்டவர் சொன்னார், നീ ഇപ്പൊ എന്നോട് വരണ്ട, நீ என் கூட வர வேண்டாம், നീ വീട്ടിൽ പോ, நீ வீட்டுக்கு போ, ഞാൻ നിനക്ക് ചെയ്തത് പറ, நான் உனக்கு செய்தது போய் சொல்லு, നിന്നോട് കരുണ കാണിച്ചത് പറ. உனக்கு இரக்கம் செய்தது சொல்லு. അതാണ് ഈ ദിവസങ്ങൾ നമ്മുടെ. இந்த நாட்களிலே நாம் செய்ய வேண்டியதுதான். പിന്നെ കർത്താവ് നിനക്ക് കരുണ കാണിച്ചോ? மகளே, கர்த்தர் உனக்கு இரக்கம் செய்தாரா? കർത്താവിന്റെ പാപങ്ങൾ മോചിച്ചോ? கர்த்தருடைய பாவங்களை மன்னித்தாரா? അതിനോടൊപ്പം പരിശുദ്ധാത്മാവുള്ളതിൽ വന്നോ? அதனுடைய உறுதியாக பரிசுத்த ஆவியானவர் உண்மையே வந்தாரா? നിന്റെ കഷ്ടങ്ങളിലൊക്കെ പ്രാർത്ഥിച്ച് കർത്താവ് നിന്നെ സഹായിച്ചോ? உன்னுடைய கஷ்டங்களில் ஜெபம் செய்து கர்த்தருக்கு உதவி செய்திருக்கிறாரா? ഇതെല്ലാം മറ്റുള്ളവർ പറഞ്ഞാൽ இதெல்லாம் மற்றொருத்தர் சொன்னால் போதும். പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുന്നു. பரிசுத்த ஆவியானவர் உங்களில் வரும்போது ശക്തി நீங்கள் பலனடைந்து എന്റെ സാക്ഷികൾ, எனக்கு சாட்சிகளை സഭയിൽ സാക്ഷിക്കുക, சபையிலே சாட்சியா സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പി. சகல பக்தன்மார்களே கேளுங்கள், അവന്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. அவர் எனக்கு என் ஆத்மாவுக்கு செய்ததை நான் சொல்லுவேன். വീണ്ടും ജനിച്ച ദൈവ പൈതൽ மறுபடியும் பிறந்த ஒரு தேவனுடைய பிள்ளை ആത്മാവിൽ ആ വാക്യം വായിക്കുമ്പോൾ ஆவியின் நிறைவிலே வசனங்களை வாசிக்கும் போது വീണ്ടും ജനിച്ച എല്ലാ ദൈവമക്കളും പറയാം, ரட்சிக்கும் மறுபடியும் பிறந்த எல்லா தேவனுடைய பிள்ளைகளும் சொல்லலாம், ആമേൻ, എന്റെ പ്രാണന് വേണ്ടി കർത്താവ് കഷ്ടം. ஆவின் ஆத்மாவுக்காக கர்த்தர் கஷ்டங்களை பாடுகளை നമ്മുടെ കർത്താവിന്റെ മഹത്വം ഉയരുകയാണ്. அவருடைய மகிமை அப்படி சொல்லும் பொழுது உயரும். നിങ്ങൾ കർത്താവിന്റെ സാക്ഷികളായി. நீங்கள் கர்த்தருடைய சாட்சிகளை. രണ്ടാമതായിട്ട് പരിശുദ്ധാത്മാവുള്ളത്തിൽ വരുമ്പോൾ இரண்டாவதாக பரிசுத்த ஆவியானவர் உள்ளத்திலே வரும்போது കർത്താവിനെ പ്രസംഗിക്കുക. கர்த்தரை குறித்து பிரசங்கிக்க வேண்டும். മർക്കോസിന്റെ സുവിശേഷം மார்க்கு சுவிசேஷம் 16-ാം അധ്യായം 16-ാം அதிகாரம் 15-ാമത്തെ വാക്യം. 15-ാം വചനം. നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സർവ്വ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. நீங்கள் உலகமெங்கும் போய் சர்வ சிருஷ்டிக்கும் சுவிசேஷத்தை பிரசங்கிக்க. സുവിശേഷം പ്രസംഗിക്കുക. சுவிசேஷத்தை பிரசங்கிக்க. എന്താ സുവിശേഷം പ്രസംഗിക്കുക? சுவிசேஷம் பிரசங்கிக்கிறது சொன்னது என்ன? സുവിശേഷം പ്രസംഗിക്കുന്നവർ சுவிசேஷத்தை பிரசங்கிக்கிறவர்கள் അവരുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും പ്രസംഗിക്കുക. அவர்களுடைய விருப்பத்தின்படி எதையாவது பேசுவதல்ல சுவிசேஷம். സുവിശേഷം പ്രസംഗിക്കണം. சுவிசேஷம் பிரசங்கிக்கிறவர் எதை பிரசங்கிக்க வேண்டும்? ലൂക്കോസ് 24:46-47 വാക്യം. லூக்கா 24:46-47. ലൂക്കോസ് 24:46-47 വാക്യം. லூக்கா 24:46-47. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും கிறிஸ்து பாடுபடவும்
മരിച്ചവരിൽ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും. മൂന്നാം നാളിൽ മരിച്ചവരിൽ ഉയർത്തെഴുന്നേൽക്കും. അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപവും. അവരുടെ നാമത്തിലെ പാവമன்னிப்புം മനനിർമ്മിതം. അപ്പൊ സുവിശേഷ പ്രസംഗത്തിൽ പ്രധാനമായിട്ടും കഷ്ട അനുഭവിച്ച ക്രിസ്തു, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, ഈ ക്രിസ്തുവിന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും ഉണ്ടായി. எனவே சுவிசேஷம் அறிவிக்கும் பொழுது பாடுகளை அனுபவித்த இயேசு கிறிஸ்து, மரித்து உயிர்த்தெழுந்த இயேசு கிறிஸ்து, அவருடைய நாமத்திலே மனந்திருப்பதும் பாவமன்னிப்பும் இருக்கிறது. இதுதான் சுவிசேஷம். ഞാനൊരു സ്ഥലത്ത് എന്റെ പക്കത്തെ സംഘാടകർ പറഞ്ഞു, நான் இடத்துக்கு போன போது அந்த சங்கத்தில் உள்ளவர் சொன்னார்கள், ദിവസ കഴിഞ്ഞ പ്രാവശ്യം സുവിശേഷം നടത്തി தேவதாசனே கடந்த வாரத்திலே சுவிசேஷ கூட்டம் நடத்தினோம். ആറാമിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ஆதாமை பற்றி பேசினார்கள். ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ച് ഒന്നും പറഞ്ഞു. சிலுவையில் அறியப்பட்ட இயேசு கிறிஸ்துவை பற்றி ஒன்றும் சொல்லவில்லை. ആദാമിന്റെ കാര്യം പറഞ്ഞാൽ വചനമല്ലേ? ஆதாமை பற்றி பேசினால் வேதவசனம் தானே, വചനമാണ്. வசனம் தான். പക്ഷെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ, ஆனால் சுவிசேஷம் அறிவிக்கும் போது ഏറ്റവും പ്രധാനമായിട്ട് പ്രസംഗിക്കേണ്ടത്, முக்கியமாக நாம் வலியுறுத்தி பேச வேண்டியது കഷ്ടം അനുഭവിച്ച ക്രിസ്തു, பாடுகளை ஏற்றுக்கொண்ட இயேசு கிறிஸ்து, ക്രൂശിൽ യാഗമായി തീർന്ന ക്രിസ്തു, சிலுவையிலே பலியான இயேசு கிறிஸ்து, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, உயிர்த்தெழுந்த இயேசு கிறிஸ்து, ഈ ക്രിസ്തുവിന്റെ നാമത്തിൽ മാനസാന്തരവും இந்த இயேசு கிறிஸ்து நாமத்திலே மனம் திரும்புதலும் பாவ மன்னிப்பும் உண்டு. അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ പ്രസംഗിക്കും. இது நம்முடைய வசனத்தினுடைய பழக்கத்தினால் அல்ல, ஆவியினுடைய புதுப்பிப்பதினாலே பேச வேண்டும். പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, பரிசுத்த ஆவியானவர் உங்களிடத்தில் வரும்போது നിങ്ങൾ ശക്തി ലഭിച്ചു நீங்கள் பெறவில்லை, എന്റെ സാക്ഷികളാകും. எனக்கு சாட்சிகளாக இருப்பீர்கள். ലോകമെല്ലാം പോയി പ്രസംഗിക്കും. உலகமெல்லாம் போய் സുവിശേഷം பிரசங்கிக்க. പ്രസംഗിക്കുക. சுவிசேஷம் അതുകൊണ്ട് പൗലോസ്ലീഹ പറഞ്ഞത്, எனவே அப்போஸ்தலனாகிய பவுல் சொன்னார், ദാവീദിന്റെ സന്തതിയായി ജനിച്ച്, தாவீதின் சந்ததியில் பிறந்தவரும் മരിച്ച്, மரித்தவரும் ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ നോക്കുക. உயிர்த்தெழுந்த இயேசு கிறிஸ்துவை நோக்கி, അതാണ് എന്റെ സുവിശേഷം. அதுதான் என்னுடைய சுவிசேஷம். ഈ സുവിശേഷം പ്രസംഗിക്കുവാൻ இந்த சுவிசேஷத்தை அறிவிப்படி ഇരിക്കുന്ന എല്ലാവർക്കും ഉത്തരവാദിത്വമാണ്. இங்கே இருக்கக்கூடிய எல்லாருக்கும் பொறுப்பு இருக்குது. അപ്പോഴാണ് സഭ വളരുന്നത്. அப்படி செய்தால் சபை வளரும். മൂപ്പന്മാരും மூப்பர்களும் സുവിശേഷകന്മാരും சுவிசேஷர்களும் വിശ്വാസികളും விசுவாசிகளும் ദൈവം നിങ്ങൾക്ക് ചെയ്തത്, ஆண்டவர் உங்களுக்கு செய்ததை, ദൈവം നിങ്ങളോട് കരുണ കാണിച്ചത്, ஆண்டவர் உங்களுக்கு இரக்கம் பாராட்டினதை, നിങ്ങളുടെ അടുത്ത വീട്ടുകാരോട്, உங்களுடைய பக்கத்து வீட்டுக்காரர்கள், നിങ്ങളുടെ അടുത്ത് വരുന്നവരോട് உங்களுக்கு உங்களிடத்தில் பழகுகிறவர்கள் പറഞ്ഞ, சொன்னார். എങ്ങനെ പറഞ്ഞാൽ? எப்படி சொன்னார்? പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പറഞ്ഞു. பரிசுத்த ஆவியானவருடைய நிறைவிலே பேசினார். പരിശുദ്ധാത്മാവ് വീണ്ടും ജനിച്ചവർ, மறுபடியும் பிறந்தவர்கள் പരിശുദ്ധാത്മാവ് നിറവിൽ பரிசுத்த ஆவியானவருடைய நிறைவிலே ഇത് പറഞ്ഞാൽ இதை சொன்னார். ദൈവത്തിന്റെ വചനമാണ്. தேவனுடைய வசனம் இது. അത് മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കും. அது அவர்களுக்குள்ளே கிரியை செய்யும். സഭ വളരണം. சபை வளரும். സഭ ജീവനുള്ള ശരീരം. சபை ஜீவனுள்ள சரீரம். ആ സഭയിൽ ആത്മാവിന്റെ ഐക്യത സമാധാനം ഉണ്ടാക്കണം. அந்த சபையிலே ஆவியின் ஒருமைப்பாட்டை சமாதான கட்டினால் காத்துக்கொள்ள வேண்டும். അതിന്റെ വിശ്വാസികൾ സ്വയത്തെ അർപ്പിക്കണം. அதற்காக விசுவாசிகள் தன்னுடைய சுயத்தை சாகடிக்க வேண்டும். പാപത്തിന് മരിക്കണം. பாவத்திற்காக தாங்கள் மறிக்க வேண்டும். അതുപോലെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്കെല്ലാം മരിക്കണം. உலக வழிபாடுகள் சடங்காச்சாரங்களுக்கு நாம் மறிக்க வேண்டும். രണ്ടാമതായിട്ട് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ, அதற்கு அடுத்ததாக பரிசுத்த ஆவியானவருடைய நிறைவில் കർത്താവ് ചെയ്തതെല്ലാം ധ്യാനിച്ച് മറ്റുള്ളവരോട് പറയണം. கர்த்தருடைய கடந்த காலத்தில் செய்த எல்லாவற்றையும் தியானித்து மற்றவர்களுக்கு பேச வேண்டும். ദൈവം കരുണ കാണിച്ചത് പറയണം. தேவன் நமக்கு இறங்கினதை சொல்ல வேண்டும். ഈ സുവിശേഷം പറയണം. அது இந்த சுவிசேஷத்தை பேச வேண்டும். തീർച്ചയായിട്ടും നമ്മൾ സഭ പകരുന്നതിന് നമ്മളെ ദൈവം എടുക്കുകയും, இப்படி செய்தால் நிச்சயமாக நம்முடைய சபை வளர்வதற்காக நம்மை தேவன் பயன்படுத்தும். സഭ ഒരു കമ്മിറ്റിയല്ല, സംഘടനയല്ല. சபை ஒரு கமிட்டியோ ஒரு சங்கமோ அல்ல. സഭ ജീവനുള്ള சபை ஜீவனுள்ள ஒரு சரீரம். ആ സഭ വളരുവാൻ அந்த சபை வளர்வதற்கு ദൈവം നമ്മളെ എടുത്ത് ഉപയോഗിക്കുവാനാണ്. தேவன் நம்மை பயன்படுத்துவாராக. കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കുക. கர்த்தருடைய கரங்களில் நம்மை ஒப்புக் கொடுப்போம். എല്ലാവരും എടുത്ത് ഉപയോഗിക്കുക. கர்த்தர் இங்கே இருக்கக்கூடிய எல்லாரையும் பயன்படுத்தும். കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടും. கர்த்தருடைய வெளியேறப்பட்ட நாமம் மகிமைப்படுவதாக.